പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം. ഏകസത്യദൈവമായ യേശുവായുടെ പേര് മഹത്വപ്പെടട്ടെ. യുഗാന്തവും യേശുവായുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ പുതിയൊരു അധ്യായമാണിത്. മനോവ നൽകുന്ന ഓരോ സന്ദേശങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യാനും മറക്കരുത്. യേശുവായുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം. പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം. 2700 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാഹ് പ്രവചിച്ച ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. പ്രവചനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. അവ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം യേശയ്യാഹിൻ്റെ ആ പ്രവചനം എന്തിനെക്കുറിച്ചാണെന്നും അത് പൂർത്തിയാകുന്നത് എപ്പോഴാണെന്നും നമുക്ക് പരിശോധിക്കാം. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട സത്യമാണ് ഇവിടെ നാം വിശകലനം ചെയ്യുന്നത്. ആയതിനാൽ ശീർഷകത്തിന് ആധാരമായ പ്രവചനം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. യേശുവായുടെ പുനരാഗമനത്തിനും യുഗാന്തത്തിനും മുന്നോടിയായി സംഭവിക്കുമെന്ന് യേശയ്യാഹിലൂടെ അരുളി ചെയ്ത ആ പ്രവചനം ഇതാണ്. യാഹ്വേ അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളെക്കാൾ അധികം. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 54-ാം അധ്യായം 1-ാം വാക്യം. ബൈബിളിലെ മറ്റു പ്രവചനങ്ങൾക്കുള്ളതുപോലെ ഈ പ്രവചനത്തിലെയും ഓരോ വാക്കുകൾക്കും വ്യക്തമായ അർത്ഥാത്മകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും സൂക്ഷ്മമായി വിശകലന വിധേയമാക്കേണ്ടിയിരിക്കുന്നു. വിശദമായ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രവചനങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ് ആദ്യം നാം പരിശോധിക്കുന്നത്. പ്രവചനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളിൽ ആദ്യത്തേത് ഇണവചനം കണ്ടെത്തുക എന്നതാണ്. യേശയ്യാഹിൻ്റെ തന്നെ പ്രവചന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു പ്രബോധനം ശ്രദ്ധിക്കുക. യാഹ്വയുടെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ചു വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ യാഹ്വയുടെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 34-ാം അധ്യായം 16-ാം വാക്യം. പ്രവചനങ്ങളും വചനങ്ങളും പഠനവിധേയമാക്കുമ്പോൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് പ്രവചനത്തിൻ്റെ ആധികാരികതയാണ്. ഇണവചനം തന്നെയാണ് ഓരോ പ്രവചനത്തിൻ്റെയും സുപ്രധാന ആധികാരികത. അതായത് ഒരേ കാര്യം തന്നെ വ്യത്യസ്തരായ വ്യക്തികൾ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ പ്രവചിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചു വായിക്കണം. ബൈബിളിലെ ഓരോ വചനത്തിനും ഇണവചനമുണ്ട്. അത് കണ്ടുപിടിച്ച് വായിക്കുമ്പോൾ വചനത്തിന് സ്ഥിരീകരണം ലഭിക്കും. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടതും ആധികാരികതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ആധികാരികതയാകട്ടെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അതായത് ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവിൽ പൂർത്തിയായതോ പൂർത്തിയാകുമെന്ന് ക്രിസ്തു പ്രഖ്യാപിച്ചിട്ടുള്ളതോ ആയ പ്രവചനങ്ങൾ മാത്രമേ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടണം. പ്രവചനങ്ങളെ സംബന്ധിച്ച് യേശുവ നടത്തിയ പ്രഖ്യാപനം കൂടി വായിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അവിടുത്തെ പ്രഖ്യാപനം ഇതാണ്: നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണോ ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം
നിയമത്തിൽ നിന്നു വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഈ പ്രഖ്യാപനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ആധികാരികതയ്ക്ക് യേശുവ നൽകുന്ന സ്ഥിരീകരണമാണ്. രണ്ടാമത്തെ ഭാഗത്ത് നിയമത്തിൻ്റെ പ്രാബല്യം അവിടുന്ന് സുസ്ഥിരമാക്കുന്നു. രണ്ടാം ഭാഗത്ത് പ്രവാചകന്മാരെക്കുറിച്ച് നേരിട്ട് പ്രതിപാദിക്കുന്നില്ലെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നുമെങ്കിലും പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളുടെയും ആധികാരികത തന്നെയാണ് ഇവിടെയും യേശുവ പ്രഖ്യാപിക്കുന്നത്. എന്തെന്നാൽ ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് പറഞ്ഞാൽ പ്രവചനങ്ങളെല്ലാം നിറവേറുവോളം എന്ന് തന്നെയാണ് വിവക്ഷ. അതായത് ഈ വചനത്തിലൂടെ നിയമത്തെയും പ്രവാചകന്മാരെയും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അരക്കിട്ടുറപ്പിക്കുകയാണ് യേശുവ ചെയ്തത്. ബൈബിളിലെ പ്രവചനങ്ങളെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കണം. ഇനി ആധികാരികതയുമായി ബന്ധപ്പെട്ട് നാം നടത്തിയ പഠനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ബൈബിളിലെ പ്രവചനങ്ങളിൽ പലതും യേശുവയുടെ കുരിശുമരണത്തോടെ പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഒരിക്കൽ അവിടുന്ന് ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുകയും ദൗത്യത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അവിടുത്തെ ദൗത്യത്തിന് 2 ഘട്ടങ്ങളുണ്ട്. അതിൽ 1-ാം ഘട്ടമാണ് പൂർത്തീകരിക്കപ്പെട്ടത്. 2-ാം ഘട്ടം പൂർത്തീകരിക്കപ്പെടുന്നത് അവിടുത്തെ പുനരാഗമനത്തിലാണ്. അപ്പസ്തോലനായ പൗലോസിൻ്റെ ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. യേശുവായുടെ ദൗത്യത്തിലെ 2 ഘട്ടങ്ങളെയാണ് അപ്പസ്തോലനായ പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവിടുത്തെ ദൗത്യത്തിൻ്റെ 1-ാം ഘട്ടത്തെയും 2-ാം ഘട്ടത്തെയും വേറിട്ട് പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ഉള്ളതുപോലെ 2 ഘട്ടങ്ങളെയും ചേർത്തു വെച്ചും പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളെ ചേർത്തു വെച്ചുള്ള പ്രവചനങ്ങൾ ഭാഗികമായി മാത്രമേ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളൂ. പൂർണ്ണമായ പൂർത്തീകരണം യേശുവായുടെ പുനരാഗമനത്തിൽ സംഭവിക്കും. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇമ്മാനുവേൽ പ്രവചനം അങ്ങനെയുള്ള ഒന്നാണ്. ആ പ്രവചനം ശ്രദ്ധിക്കുക. അതിനാൽ യാഹ്വേ തന്നെ നിനക്ക് അടയാളം തരും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 7-ാം അധ്യായം 14-ാം വാക്യം. ഇമ്മാനുവേൽ എന്ന വിളിപ്പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന വാചകത്തിൽ നിന്ന് ഈ പ്രവചനം യേശുവായെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇമ്മാനുവേൽ എന്ന് ഒരിക്കലും യേശുവ വിളിക്കപ്പെടാത്തതുകൊണ്ട് ഈ പ്രവചനം പകുതി മാത്രമേ പൂർത്തിയായിട്ടുള്ളൂവെന്നും ശേഷിക്കുന്ന പകുതി ഇനി പൂർത്തിയാകേണ്ടതാണെന്നും വ്യക്തം. യേശുവ 33 വർഷം ഭൂമിയിൽ ജീവിച്ചത് ദൈവം നമ്മോട് കൂടെ എന്ന അവസ്ഥയിൽ ആയിരുന്നില്ല. പാപപരിഹാരാർത്ഥം അവിടുന്ന് ഭൂമിയിൽ വരികയും മരിക്കുകയും ചെയ്തത് പരിപൂർണ മനുഷ്യനായിട്ടാണ്. എന്നാൽ അവിടുന്ന് വീണ്ടും വരുന്നത് ഒരേ സമയം ദൈവവും മനുഷ്യനുമായിട്ടായിരിക്കും. മാത്രവുമല്ല, ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി അവിടുന്ന് 1000 വർഷം നമ്മോടൊത്ത് വസിക്കുകയും ചെയ്യും. അപ്പോൾ മാത്രമേ ഇമ്മാനുവേൽ പ്രവചനം പൂർത്തിയാവുകയുള്ളൂ. ഇമ്മാനുവേൽ പ്രവചനം പൂർണ്ണമായി വായിക്കുമ്പോൾ ഇക്കാര്യം വ്യക്തമാകും. അതായത് ഇമ്മാനുവേൽ പ്രവചനത്തിലെ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന ഭാഗം പൂർത്തിയായെങ്കിലും തുടർന്നുള്ള ഭാഗം ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് യേശുവായെക്കുറിച്ച് യേശയ്യാഹ് പ്രവചിച്ചുവെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ച 33 വർഷക്കാലത്ത് ഒരിക്കൽ പോലും അവിടുന്ന് അങ്ങനെ വിളിക്കപ്പെട്ടിട്ടില്ല. കാരണം യേശുവ അവിടുത്തെ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വന്നത്
പരിപൂർണ മനുഷ്യനായിട്ടാണ്. രണ്ടാം ഘട്ടത്തിൽ അവിടുന്ന് പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായി വരും. യേശുവായുടെ ദൗത്യത്തിൻ്റെ ഒന്നാം ഘട്ടം പാപപരിഹാരവും രണ്ടാം ഘട്ടം രക്ഷയുമാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്യണം എന്നതുകൊണ്ടാണ് ഒന്നാം ഘട്ടത്തിൽ അവിടുന്ന് പരിപൂർണ മനുഷ്യനായി വന്നത്. മാത്രവുമല്ല, ദൈവത്തിനു മരണമില്ലാത്തതുകൊണ്ട് മരണത്തെ ആശ്ലേഷിക്കാൻ മനുഷ്യനായി അവതരിക്കേണ്ടത് അനിവാര്യവുമായിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടം രക്ഷയായതുകൊണ്ട് അവിടുത്തേക്ക് ദൈവമായി തന്നെ വന്നേ മതിയാകൂ. എന്തെന്നാൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയില്ല. ആത്മാവിൻ്റെ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്നാം ഘട്ടത്തിൽ ഭാഗികമായി മാത്രം നിറവേറപ്പെട്ടതും രണ്ടാം ഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടാനുള്ളതുമായ മറ്റനേകം പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് അവയെല്ലാം ഇവിടെ കുറിക്കുന്നില്ല. ആയതിനാൽ വിഷയാധിഷ്ഠിതമായി നമുക്ക് മുന്നോട്ട് പോകാം. പ്രവചനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ഇവിടെ ബാധകമായതുകൊണ്ട് അവയെല്ലാം കൃത്യതയോടെ പാലിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ യേശയ്യാഹ് പ്രവചിച്ച പ്രവചനത്തിൻ്റെ ഇണവചനം ആദ്യമേ നമുക്ക് പരിശോധിക്കാം. യേശയ്യാഹ് പ്രവചനം അവസാനിപ്പിച്ചതിൻ്റെ 733 വർഷത്തിലാണ് ആ പ്രവചനത്തിൻ്റെ ഇണവചനം നമുക്ക് ലഭിക്കുന്നത്. ഇണവചനം എന്നത് പ്രവചനത്തിൻ്റെ ആധികാരികതയുടെ ആദ്യ ഘടകമാണെന്ന് നാം തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇവിടെ നാം വിശകലനം ചെയ്യുന്ന പ്രവചനത്തിൻ്റെ ആധികാരികതയെ കൂടുതൽ പ്രബലമാക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ ഇണവചനം നമുക്ക് നൽകി എന്നതാണ് അത്. എല്ലാറ്റിൻ്റെയും അവസാന വാക്കായ യേശുവായുടെ വാക്കുകൾ ഇണവചനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ആവശ്യം നമുക്ക് മുൻപിൽ ഇല്ല. യേശയ്യാഹിൻ്റെ പ്രവചനത്തിന് യേശുവ നൽകിയിരിക്കുന്ന ഇണവചനം ഇതാണ്. അവരുടെ നേരെ തിരിഞ്ഞ് യേശുവ പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയൂ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും. ലൂക്ക അറിയിച്ച യേശുവായുടെ സുവിശേഷം 23 അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ഈ പ്രവചനം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. യേശുവായുടെ ദൗത്യത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഈ പ്രവചനം പൂർത്തിയായില്ല എന്നതിന് മറ്റൊരു തെളിവ് കൂടി ബൈബിളിലുണ്ട്. അത് ഗലാത്യരുടെ പുസ്തകത്തിലാണ് നാം വായിക്കുന്നത്. അതായത് യേശയ്യാഹിൻ്റെ പ്രവചനം തന്നെ യേശുവ ആവർത്തിച്ചത് കൂടാതെ അപ്പസ്തോലനായ പൗലോസ് ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പസ്തോലൻ്റെ ഓർമ്മപ്പെടുത്തൽ നോക്കുക. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യേ, നീ ആഹ്ലാദിക്കുക, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. എന്തെന്നാൽ ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാണുള്ളത്. ഗലാത്യ ലേഖനം 4 അധ്യായം 27 വാക്യം. ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അപ്പസ്തോലൻ ഇത് ആവർത്തിക്കുമായിരുന്നില്ല. അപ്പസ്തോലനായ പൗലോസ് ഇത് പറഞ്ഞത് പ്രവചനമായിട്ടല്ലെങ്കിലും ദൈവം അത് പ്രവചനമാക്കി മാറ്റി എന്നതാണ് യാഥാർത്ഥ്യം. ഇത് പ്രവചനങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ്. 3 തവണ ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രവചനമാണ് നാം ഇവിടെ വായിച്ചത്. ഒരേ കാര്യം തന്നെ 3 ആളുകൾ പ്രവചിച്ചിരിക്കുന്നു. ഒരു പ്രവാചകനും ഒരു അപ്പസ്തോലനും മാത്രമല്ല, സ്വർഗത്തിൻ്റെ അവസാന വാക്കായ യേശുവായും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് അതീവ ഗൗരവ സ്വഭാവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ
ഗൗരവം ചോർന്നു പോകാതെ വിഷയത്തെ നാം പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നാം ഇവിടെ പരിഗണനാ വിഷയമാക്കിയിരിക്കുന്നത് ഈ വിഷയമാണ്. പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. ഒരേ കാര്യം തന്നെ മൂന്നാളുകൾ പ്രവചിച്ചിരിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും പ്രവചിച്ച സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിയുള്ള പഠനമാണ് അഭികാമ്യം. യേശയ്യാഹാണ് ഈ പ്രവചനം ആദ്യമായി നടത്തിയത്. യേശുവായും പൗലോസും ഈ പ്രവചനം ആവർത്തിക്കുകയായിരുന്നു. പ്രവചനങ്ങളെല്ലാം തന്നെ അതാത് കാലത്തെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ചാണ് നടത്തിയിരിക്കുന്നതെന്ന് നാം കണ്ടു. പ്രവചനങ്ങൾ നടത്തേണ്ടതിനു വേണ്ടി ഇസ്രായേലിനെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ദൈവം കടത്തിവിടുകയായിരുന്നോ എന്നത് അവിടത്തേക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതിനാൽ ആ വിഷയത്തിലേക്ക് നാം കടക്കുന്നില്ല. നമുക്ക് 3 പ്രവചനങ്ങളുടെയും സാഹചര്യങ്ങൾ പരിശോധിക്കാം. യേശയ്യാഹ് പ്രവചിക്കുന്ന കാലത്ത് ഇസ്രായേൽ ജനം രാഷ്ട്രീയവും സാമൂഹികവും ആത്മീയവുമായി വ്യതിരക്താവസ്ഥകളിലൂടെയാണ് കടന്നുപോയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രവചന കാലയളവിൽ യഥാക്രമം ഉസിയാഹ്, യോഥാം, ആഹാസ്, ഹെസക്കിയാഹ് എന്നിവർ യഹൂദായിൽ ഭരണം നടത്തി. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥത്തിലെ 39 അധ്യായം വരെ ഈ കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് നാം കാണുന്നത്. ഈ കാലയളവിൽ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ യേശയ്യാഹ് പ്രവചിച്ചു. 40 അധ്യായം മുതൽക്കാണ് അവ നാം വായിക്കുന്നത്. അതായത് യഹൂദായ്ക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ യേശയ്യാഹ് മുൻകൂട്ടി പ്രവചിക്കുകയാണ്. പ്രവാസവും പ്രവാസികളുടെ മടങ്ങിവരവുമാണ് പ്രവചന വിഷയമെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നുമെങ്കിലും സാമൂഹികമോ രാഷ്ട്രീയമോ ആയ വിഷയത്തിൽ ഒതുക്കി നിർത്താൻ കഴിയുന്നതല്ല ഈ പ്രവചനം. എല്ലാ പ്രവചനങ്ങൾക്കും ഒരു ആത്മീയ തലം ഉണ്ടെന്നു മാത്രമല്ല, യഥാർത്ഥ ലക്ഷ്യവും അതുതന്നെ. ഭൗതിക വിഷയങ്ങളെ പ്രതീകമാക്കിക്കൊണ്ട് ആത്മീയതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഓരോ പ്രവചനവും. അനേകം ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ യേശയ്യാഹ് പ്രവചിച്ചത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ പൂർത്തിയാകേണ്ട കാര്യമാണ്. പ്രവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. യാഹുവേ അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർത്തൃമതിയുടെ മക്കളേക്കാൾ അധികം. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 54 അധ്യായം 1 വാക്യം. ഈ പ്രവചനത്തിലെ ഓരോ വാക്കുകളും സൂക്ഷ്മതയോടെ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. 2 സന്ദേശങ്ങളാണ് ഈ പ്രവചനത്തിലുള്ളത്. വന്ധ്യത മൂലമോ അല്ലാതെയോ മക്കൾക്ക് ജന്മം നൽകാൻ കഴിയാതെ പോയ സ്ത്രീകളോട് തങ്ങളുടെ ആ അവസ്ഥയെ പ്രതി ആഹ്ലാദിക്കാനുള്ള ആഹ്വാനമാണ് പ്രവചനത്തിലെ ആദ്യ ഭാഗം. മക്കളില്ലാത്ത അവസ്ഥയെ പ്രതി സന്തോഷിക്കാനും കീർത്തനം ആലപിക്കാനും ആഹ്വാനം ചെയ്തിരിക്കുന്നു. മക്കളില്ലാത്ത അവസ്ഥയെ ശാപമായി പരിഗണിച്ചിരുന്ന ഒരു സമൂഹത്തോടാണ് ഈ ആഹ്വാനം നടത്തിയതെന്ന് നാം ഓർക്കണം. നിങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോകരുതെന്നും വിവാഹം ചെയ്ത് മക്കളെ ജനിപ്പിക്കണമെന്നും ഈ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയതും ഇതേ ദൈവം തന്നെയാണ്. പ്രവാചകനായ ഇരമിയാഹിലൂടെ അവിടുന്ന് നടത്തിയ ആഹ്വാനം ശ്രദ്ധിക്കുക. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇരമിയാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 29 അധ്യായം 6 വാക്യം. ഇരമിയാഹിലൂടെ ദൈവം ഈ ആഹ്വാനം നടത്തിയത് ബാബിലോണിലേക്ക് പ്രവാസത്തിന് പോയ ഇസ്രായേൽ ജനത്തോടാണെന്ന് കൂടി നാം മനസ്സിലാക്കിയിരിക്കണം. യിരെമ്യാവിന്റെ പ്രവചനത്തിന്റെ പൂർണ്ണരൂപം ഇതാണ്. യെരുശലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യാഹുവേ അരുളി ചെയ്യുന്നു, വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്.
ഇരമിയാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 29 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാഹിൻ്റെ പ്രവചനവും ഇരമിയാഹിൻ്റെ പ്രവചനവും ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ബാബിലോണിലേക്ക് പ്രവാസത്തിനായി അയക്കപ്പെട്ട ഇസ്രായേൽക്കാരോട് ഇരമിയാഹ് പറയുന്നത് മക്കളെ ജനിപ്പിക്കുന്നതിൽ പിശുക്ക് കാണിക്കരുതെന്നാണെങ്കിൽ, യെശയ്യാഹ് പറയുന്നത് പ്രസവിക്കാത്തവർ ആഹ്ലാദിച്ച് കീർത്തനം ആലപിക്കാനാണ്. ഇതിൽ വൈരുദ്ധ്യമില്ലേ? ഈ വൈരുദ്ധ്യമാണ് പ്രവചനത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഇവിടെ നാം പരിഗണിച്ച 2 പ്രവചനങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ബാബിലോണിലേക്ക് പോയ പ്രവാസികളോടുള്ള മുന്നറിയിപ്പിനുമപ്പുറം വലിയൊരു അർത്ഥതലം ഈ പ്രവചനങ്ങളിൽ മറഞ്ഞിരിപ്പുണ്ടെന്ന് വേണം നാം മനസ്സിലാക്കാൻ. ആന്തരികമായ ആ അർത്ഥമാണ് പ്രവചനത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം. ഇവിടെ നാം പരിശോധിച്ചത് യെശയ്യാഹ്, ഇരമിയാഹ് എന്നീ പ്രവാചകന്മാരുടെ 2 പ്രവചനങ്ങളാണ്. യെശയ്യാഹിൻ്റെ പ്രവചനത്തിലെ ആന്തരികാർത്ഥം ഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ് ഇരമിയാഹിൻ്റെ പ്രവചനം പരിശോധിച്ചത്. അതുകൊണ്ട് തന്നെ യെശയ്യാഹിൻ്റെ പ്രവചനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയോട് പാടി ആർക്കുകയെന്നും പ്രസവവേദന അനുഭവിക്കാത്തവളോട് ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക എന്നും യെശയ്യാഹ് പ്രവചിച്ചത് ബാബിലോണിലേക്ക് പ്രവാസത്തിന് പോയ യെരുശലേം പുത്രിമാരോടായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു മഹാദിനത്തെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു. എന്തെന്നാൽ ഈ പ്രവചനം തന്നെ യേശുവായും ആവർത്തിച്ചിരിക്കുന്നു. യേശുവ അത് ആവർത്തിച്ചതുകൊണ്ട് തന്നെ ബാബിലോണിലെ പ്രവാസികളിൽ പൂർത്തീകരിക്കപ്പെട്ട പ്രവചനമല്ല അതെന്ന് വ്യക്തം. ഈ പ്രവചനത്തിൻ്റെ 1-ാം ഭാഗമാണ് നാം പരിശോധിച്ചത്. 2-ാം ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർത്തൃമതിയുടെ മക്കളേക്കാൾ അധികം. യെശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 54 അധ്യായം 1-ാം വാക്യം. ആന്തരികാർത്ഥം പരിശോധിക്കുമ്പോൾ ഈ പ്രവചനവും പ്രവാസികളോട് ആയിരുന്നില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നാം പരിശോധിക്കുന്നത് ഇപ്പോഴല്ല. യെശയ്യാഹിൻ്റെ പ്രവചനവും യേശുവായുടെ പ്രവചനവും പൗലോസിൻ്റെ പ്രവചനവും ചേർത്ത് വെച്ച് വിശകലനം ചെയ്യുമ്പോഴാണ് നാം അത് മനസ്സിലാക്കാൻ പോകുന്നത്. ആയതിനാൽ ഇനി നമുക്ക് യേശുവായുടെ പ്രവചനത്തിൻ്റെ സാഹചര്യം പരിശോധിക്കാം. യേശുവ പ്രവചനം നടത്തിയ പശ്ചാത്തലം ഇതാണ്. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കുറിയൻകാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവായുടെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവായുടെ പിന്നാലെ പോയിരുന്നു. അവരുടെ നേരെ തിരിഞ്ഞ് യേശുവ പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. ലൂക്ക അറിയിച്ച യേശുവായുടെ സുവിശേഷം 23-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കരച്ചിലും മുറവിളിയുമായി തന്നെ അനുഗമിച്ച ഒരുപറ്റം സ്ത്രീകളെ നോക്കിയാണ് യേശുവ ഈ പ്രവചനം നടത്തിയത്. യെശയ്യാഹിൻ്റെ പ്രവചനം പൂർത്തിയായിട്ടില്ല എന്ന് യേശുവായുടെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നാണ് യേശുവ ഇവിടെ പ്രഖ്യാപിച്ചത്. അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയത് ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെന്നാൽ തൻ്റെ സഹനങ്ങളെ പ്രതി കരയുന്ന സ്ത്രീകളോട് യേശുവ പറയുന്നത് എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട എന്നാണ്. നിങ്ങൾ കരയേണ്ടത് നിങ്ങളെ പ്രതിയും നിങ്ങളുടെ മക്കളെ പ്രതിയുമാണ് എന്നുകൂടി അവിടുന്ന് കൂട്ടിച്ചേർത്തു. യേശുവ സഹിച്ചതും മരണത്തെ വരിച്ചതും അവിടുത്തെ പാപത്തെ പ്രതി ആയിരുന്നില്ല. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് യേശുവായെ അനുഗമിച്ച സ്ത്രീകളടക്കം സകല മനുഷ്യരും ചെയ്ത പാപത്തിന് പകരമായിട്ടാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് ഓരോ മനുഷ്യനും തൻ്റെ പാപത്തെ പ്രതി പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി യേശുവായുടെ പേരിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. നിങ്ങളെ പ്രതിയും
നിങ്ങളുടെ മക്കളെ പ്രതിയും കരയുവിൻ എന്ന് അവിടുന്ന് അരുളി ചെയ്ത വാക്കുകൾക്ക് ഈ പശ്ചാത്താപവുമായി കൂടി ബന്ധമുണ്ട്. പശ്ചാത്തപിക്കുക എന്നാൽ പാപങ്ങളെ ഓർത്ത് ഹൃദയം നുറുങ്ങി കരയുക എന്നുകൂടി അർത്ഥമുണ്ട്. പാപിനിയായ ഒരു സ്ത്രീ അവളുടെ കണ്ണീര് കൊണ്ട് യേശുവായുടെ പാദങ്ങൾ കഴുകിയതും അവൾ സ്വീകാരിയായതും നമുക്കറിയാം. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞ കേഫായെയും നമുക്കറിയാം. എന്നാൽ യേശുവ ഇവിടെ യേശയ്യാഹിൻ്റെ പ്രവചനം ആവർത്തിച്ചത് ഈ വിലാപങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു. ആ ദുരന്തം എന്താണെന്നും അത് എന്ന് സംഭവിക്കുമെന്നും നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുകയാണ്. അതിനു മുൻപ് ഈ പ്രവചനം അപ്പസ്തോലനായ പൗലോസ് ആവർത്തിച്ച സാഹചര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ ആവർത്തനമുള്ളത്. ശാരീരിക രീതിയിൽ അബ്രാഹത്തിന് ജനിച്ച സന്തതിയെയും വാഗ്ദാനപ്രകാരം ജനിച്ച സന്തതിയെയും താരതമ്യം ചെയ്തുകൊണ്ട് ആത്മീയതയിലെ സുപ്രധാനമായ ചില ചിന്തകൾ ഗലാത്യരുമായി അപ്പസ്തോലൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഈ അവസരത്തിലാണ് സാറായെയും ഹാഗാറിനെയും പ്രതീകമാക്കിക്കൊണ്ട് പൗലോസ് ഈ പ്രവചനം ആവർത്തിക്കുന്നത്. ഒരു പ്രവചനം എന്ന തരത്തിലല്ല പൗലോസ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രാഹത്തിന് ദാസിയിൽ ജനിച്ച പുത്രനല്ല, വാഗ്ദാനപ്രകാരം സ്വതന്ത്രയിൽ ജനിച്ച പുത്രനാണ് യഥാർത്ഥ അവകാശി എന്ന് പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് യേശയ്യാഹിൻ്റെ പ്രവചനം ചൂണ്ടിക്കാണിക്കുന്നത്. പൗലോസ് ഗലാത്യരോട് പറഞ്ഞത് ഒരിക്കൽ കൂടി വായിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യേ, നീ ആഹ്ലാദിക്കുക. പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. എന്തെന്നാൽ ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാണുള്ളത്. ഗലാത്യ ലേഖനം 4 അധ്യായം 27 വാക്യം. സാറായെയും ഹാഗാറിനെയും പ്രതീകമാക്കിക്കൊണ്ട് ഒരു പ്രബോധനം നൽകാനാണ് പൗലോസ് ഇവിടെ ശ്രമിച്ചത്. എന്നാൽ യേശയ്യാഹ് പ്രവചിച്ചത് ഹാഗാറിനെക്കുറിച്ചോ സാറായെക്കുറിച്ചോ ആയിരുന്നില്ല. സാറായുടെയും ഹാഗാറിൻ്റെയും മരണത്തിന് ശേഷം 1000-ലേറെ വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് യേശയ്യാഹ് പ്രവചനം നടത്തിയതെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ യേശയ്യാഹിൻ്റെ ഈ പ്രവചനത്തെ ഒരു ഉദാഹരണമായി പൗലോസ് അപ്പസ്തോലൻ പരിഗണിച്ചതായി മാത്രം കരുതിയാൽ മതി. അതായത് പൗലോസിൻ്റെ കാലത്തും പൂർത്തിയാകാത്ത ഒരു പ്രവചനമായി ഈ പ്രവചനം നിലനിൽക്കുന്നു. ഒരു പ്രവചനം തന്നെ 3 പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നാം പരിശോധിച്ചത്. യേശയ്യാഹിനു ശേഷം യേശുവായും പിന്നീട് പൗലോസും ഒരേ കാര്യം തന്നെ പ്രവചിച്ചിരിക്കുന്നു. മൂവരും പ്രവചിച്ചത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണെന്നും നാം മനസ്സിലാക്കി. യേശയ്യാഹ് പ്രവചിച്ചത് ബാബിലോൺ പ്രവാസവുമായി ചേർത്ത് വെച്ചാണെങ്കിൽ, സഹാനുഭൂതിയോടെ തന്നെ അനുഗമിച്ച വിലാപക്കാരികളെ നോക്കിയാണ് യേശുവ പ്രവചിച്ചത്. പൗലോസ് ആകട്ടെ മറ്റൊരു വിഷയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഈ പ്രവചനത്തെ ഉദാഹരണമായി പരിഗണിക്കുകയായിരുന്നു. അതായത് 3 പേരും 3 സാഹചര്യങ്ങളിലാണ് ഈ സന്ദേശം നൽകിയത്. ഇനി നാം പരിശോധിക്കുന്നത് ഇന്നോളം പൂർത്തിയാകാത്ത ഈ പ്രവചനത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനമാണ്. പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ഇന്നോളം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഇപ്പോഴത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2700 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാഹ് പ്രവചിച്ച കാര്യമാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റിലും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായി നാം ഇവിടെ യേശയ്യാഹിൻ്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി ഒരു സാമൂഹിക നിരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രവചനം ഒന്നുകൂടി വായിക്കാം. യാഹ്വേ അരുളി ചെയ്യുന്നു: ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക. പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. ഏകാഗ്നിയുടെ മക്കളാണ് ഭർതൃമതികളുടെ മക്കളെക്കാൾ അധികം. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 54 അധ്യായം 1 വാക്യം. ഈ പ്രവചനത്തോടൊപ്പം യേശുവ ഈ വിഷയത്തിൽ നടത്തിയ പ്രവചനവും പൗലോസിൻ്റെ ആവർത്തനവും ചേർത്ത് വെച്ച് വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആയതിനാൽ യേശയ്യാഹ് മുതൽ പൗലോസ് വരെയുള്ളവർ അറിയിച്ച പ്രവചനത്തിൻ്റെ
സംക്ഷിപ്ത രൂപം എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യെശയ്യാഹ് പ്രവചിച്ചതും യേശുവ ആവർത്തിച്ചതുമായ പ്രവചനത്തിൻ്റെ സംക്ഷിപ്ത രൂപം 2 വിഷയങ്ങളായി വായിച്ചെടുക്കാം. മക്കൾക്ക് ജന്മം നൽകാത്ത സ്ത്രീകൾക്ക് ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും എന്നതാണ് ഒന്നാമത്തെ വിഷയമെങ്കിൽ, ഭർതൃമതികളുടെ മക്കളേക്കാൾ അധികം ഏകാകിനിയുടെ മക്കൾ ഈ ഭൂമിയിൽ പെരുകുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം യേശുവ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും പൗലോസ് ആവർത്തിക്കുമ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. യേശുവ അത് വിട്ടുകളഞ്ഞതിൻ്റെ കാരണം തുടർന്നുള്ള പഠനത്തിൽ നമുക്ക് പരിശോധിക്കാം. ഇവിടെ നാം നടത്തുന്നത് യെശയ്യാഹിൻ്റെ പ്രവചനത്തെ ആധാരമാക്കിയുള്ള പഠനമായതുകൊണ്ട് ഈ 2 വിഷയങ്ങളും വേറിട്ട് തന്നെ നാം ഇവിടെ പരിശോധിക്കുന്നു. അതിനുശേഷം ഈ 2 വിഷയങ്ങളെയും ചേർത്ത് വച്ച് അവയുടെ പൂർത്തീകരണം ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുവിൻ. മുൻപ് നാം വായിച്ച ഒരു വചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. അവർക്കും മക്കളുണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. യിരെമ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 29-ാം അധ്യായം 6-ാം വാക്യം. മക്കളെ ജനിപ്പിക്കാൻ യാഹുവെ ആഹ്വാനം ചെയ്യുന്ന വചനമാണിത്. നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുതെന്നും അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ ദൈവം തന്നെയാണ് അവിടുത്തെ ആഹ്വാനത്തിന് വിരുദ്ധമായ സന്ദേശം യെശയ്യാഹിലൂടെ നൽകിയിരിക്കുന്നത്. 2 പ്രവാചകന്മാരിലൂടെ പരസ്പര വിരുദ്ധമായ 2 സന്ദേശങ്ങൾ അവിടുന്ന് നൽകിയിരിക്കുന്നു. ഇവിടെ നാം ഗൗരവമായി കാണേണ്ടത് ദൈവത്താൽ വിളിക്കപ്പെടുകയും അയക്കപ്പെടുകയും ചെയ്യുന്ന പ്രവാചകന്മാരുടെ എളിമയാണ്. തന്നോട് ദൈവം പ്രവചിക്കാൻ പറയുന്ന കാര്യങ്ങൾ യുക്തിവിചാരങ്ങൾക്ക് പരിഗണന നൽകാതെ പ്രഖ്യാപിക്കണമെങ്കിൽ ആഴമായ എളിമയും വിധേയത്വഭാവവും കൂടിയേ തീരൂ. മറ്റു പ്രവാചകന്മാർ പ്രവചിച്ച കാര്യങ്ങൾക്കോ താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾക്കോ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതനാകുമ്പോൾ തൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്ന മാനുഷിക ചിന്ത ഒരുവനെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട്. തൻ്റെ തന്നെ മഹത്വം കാക്ഷിക്കുന്ന ഏതൊരുവനും രണ്ടാമതൊന്നുകൂടി ചിന്തിക്കും. യെശയ്യാഹിൻ്റെയും യിരെമ്യാഹിൻ്റെയും ഒക്കെ നിഷ്കളങ്കമായ വിധേയത്വം മഹനീയമാകുന്നത് ഇവിടെയാണ്. ദൈവം അരുളി ചെയ്യുന്ന ഏതൊരു കാര്യവും മനനം ചെയ്യാതെ തന്നെ വിളിച്ചു പറഞ്ഞു എന്നതാണ് യെശയ്യാഹിൻ്റെയും യിരെമ്യാഹിൻ്റെയും മറ്റു പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളെ ആധികാരികമാക്കുന്നത്. യെശയ്യാഹ് പ്രവചിച്ചത് ഘടകവിരുദ്ധമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ ഘടകവിരുദ്ധമായ വചനങ്ങൾ യെശയ്യാഹിൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചത് യാഹുവയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ ഈ വചനങ്ങളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തെന്നാൽ ഈ 2 വചനങ്ങളിലൂടെ ദൈവം നമ്മോട് 2 വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നു. ഈ 2 വചനങ്ങളും 2ആയി പരിഗണിക്കേണ്ടതിൻ്റെ അനിവാര്യത ഇവിടെയാണ്. വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകാനും അങ്ങനെ ജനിക്കുന്ന പുത്രീപുത്രന്മാരെ വിവാഹം കഴിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്ന വചനമാണ് ആദ്യത്തേത്. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപദേശമാണ്. ഈ ഉപദേശം ഒരു കൽപ്പന എന്ന പോലെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, കൽപ്പനയുടെ പ്രാബല്യം ഇല്ലാതായിട്ടുമില്ല. എന്നാൽ 2ാമത്തെ വചനം ഉപദേശമോ കൽപ്പനയോ അല്ല, ഒരു മുന്നറിയിപ്പാണ്. അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന ഭയാനകമായ ഒരവസ്ഥയെ സംബന്ധിക്കുന്ന പ്രവചനമാണത്. മക്കളെ ജനിപ്പിക്കാനുള്ള ഉപദേശം നിലനിൽക്കുമ്പോൾ തന്നെ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പ്രവചിച്ചിരിക്കുന്നതിനെ ഗൗരവമായി കാണണം. അതായത് വിവാഹം കഴിക്കുകയും മക്കളെ ജനിപ്പിക്കുകയും ചെയ്യണമെന്ന ഉപദേശത്തെ ഒരു കൽപ്പനയായി തന്നെ ദൈവമക്കൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും വേണമെന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. യുഗാന്തം വരെ പ്രാബല്യമുള്ള നിയമമായതുകൊണ്ട് ഈ നിയമത്തിൽ ഭേദഗതികൾ വരുത്താൻ മനുഷ്യർക്ക് അധികാരവുമില്ല. ആയതിനാൽ ഈ നിയമത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ പ്രവചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം.
വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പ്രവചിച്ചിരിക്കുന്നതിലൂടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഈ പ്രവചനത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? വന്ധ്യത ഒരു അനുഗ്രഹമല്ലെന്ന് നമുക്കറിയാം. ലോകാരംഭം മുതൽ ഈ അവസ്ഥയെ മനുഷ്യർ ശാപമായി കണക്കാക്കിയിരുന്നു. അബ്രാഹത്തിൻ്റെ ഭാര്യയും ഇസഹാക്കിൻ്റെ അമ്മയുമായ സാറ തൻ്റെ വന്ധ്യതയെ അപമാനമായാണ് കരുതിയിരുന്നതെന്ന് ബൈബിളിൽ വായിക്കാൻ കഴിയും. തൻ്റെ വന്ധ്യതയെ പ്രതി അവൾ അത്യധികം വേദനിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ ഗർഭധാരണശേഷി ഇല്ലാതിരുന്ന തനിക്ക് വേണ്ടി ഒരു സന്തതിക്ക് ജന്മം നൽകാൻ തൻ്റെ ദാസിയെ സാറ ചുമതലപ്പെടുത്തിയത്. ദാസിയായ ഹാഗാറിനെ ഭർത്താവിന് വിട്ടുകൊടുക്കാൻ സാറ തയ്യാറായത് തനിക്ക് വേണ്ടി ഒരു സന്തതിയെ അവൾ പ്രസവിക്കട്ടെ എന്ന താല്പര്യത്തോടെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് കാത്തിരിക്കുക പോലും ചെയ്യാതെ ദാസിയായ ഹാഗാറിനെ ഭർത്താവിന് നൽകിയത് വന്ധ്യത ഒരു ശാപമായി കണക്കാക്കിയതുകൊണ്ടായിരുന്നു. എന്നാൽ സാറായുടെ വന്ധ്യത നീങ്ങുകയും വാർദ്ധക്യത്തിൽ അവൾ ഇസഹാക്കിന് ജന്മം നൽകുകയും ചെയ്തപ്പോൾ വേദന അവൾക്ക് സന്തോഷമായി മാറി. ഇസഹാക്കിൻ്റെ ഭാര്യ റെബേക്കായും യാക്കോബിൻ്റെ ഭാര്യമാരിൽ ഒരുവളായ റാഹേലും വന്ധ്യകളായിരുന്നുവെന്നും പിന്നീട് ദൈവം തിരുമനസ്സായി അവരുടെ വന്ധ്യത നീക്കിയെന്നും നമുക്കറിയാം. സ്നാപക യോഹന്നാൻ്റെ അമ്മയായ എലീഷവായുടെ വന്ധ്യത പരിഹരിക്കപ്പെട്ടതും വാർദ്ധക്യത്തിലായിരുന്നു. തൻ്റെ വന്ധ്യതയെ അപമാനമായിട്ടാണ് എലീഷവായും കരുതിയിരുന്നത്. അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ യാഹ്വേ എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ലൂക്ക അറിയിച്ച യേശുവായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യം. വന്ധ്യത എന്നത് ഒരു ഭാഗ്യമല്ല എന്ന് വ്യക്തമാക്കാനാണ് ഇക്കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തത്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഒരു ഭാഗം ശ്രദ്ധിക്കുക. യാഹ്വയുടെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. സങ്കീർത്തനങ്ങൾ 127 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. വന്ധ്യത ശാപമാണെന്നും മക്കൾ അനുഗ്രഹമാണെന്നും വ്യക്തമാക്കുന്ന അനേകം വചനങ്ങൾ ബൈബിളിൽ കണ്ടെത്താൻ കഴിയും. യാഥാർത്ഥ്യം ഇതായിരിക്കെ, അതായത് വന്ധ്യത അനുഗ്രഹമല്ലെന്നിരിക്കെ, വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ മുന്നറിയിപ്പിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. എന്നാൽ മക്കൾ അനുഗ്രഹത്തിന് പകരം ശാപമാകുന്ന സാഹചര്യത്തെക്കുറിച്ചും വചനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു സന്ദേശം നോക്കുക. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ്. അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗവുമാണ്. അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ്. അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ്. പാപകരമായ വേഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്ധ്യ അനുഗ്രഹീതയാണ്. ദൈവം ആത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ യാഹ്വയ്ക്കെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നീതിരഹിതരും ദൈവത്തിൻ്റെ വചനങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവരുമായ മനുഷ്യരുടെ മക്കളെക്കുറിച്ചാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വന്ധ്യകളും ഷണ്ഡന്മാരും അനുഗ്രഹീതരെന്ന് പറയപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് നിയമനിഷേധികളുടെയും വചന വിരോധികളുടെയും സംഖ്യ വർദ്ധിക്കുമ്പോഴാണ്. അധർമ്മികളായാണ് മക്കൾ വളരുന്നതെങ്കിൽ അവർ ജനിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന മുന്നറിയിപ്പും ദൈവം നൽകിയിട്ടുണ്ട്. ഈ വചനം ശ്രദ്ധിക്കുക. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല. നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും
അവരെ ആരും പരിഗണിക്കുകയില്ല. അവരുടെ വാർദ്ധക്യവും അവമാനം നിറഞ്ഞതായിരിക്കും. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വകയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല. അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈ സന്ദേശത്തിൻ്റെ തുടർച്ച 4-ാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കും. തുടർച്ച ഇങ്ങനെയാണ്: ഇതിനേക്കാൾ നന്ന് സന്താനരഹിതനായി നന്മയോടുകൂടെ ജീവിക്കുന്നതാണ്. നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും. ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. ഒരു മുന്നറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക. അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ്. അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല. അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറയ്ക്കായികയാൽ അവർ കാറ്റിൽ ഉലയും. കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞു പോകും. കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യവുമല്ല, ഒന്നിനും ഉപയുക്തവുമല്ല. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ബൈബിളിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വായിച്ചതിന് ശേഷം മുഖ്യ വിഷയത്തിലേക്ക് കടക്കാം. മുന്നറിയിപ്പ് ഇതാണ്: കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കുകയും അരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസ്സിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളേക്കാൾ മെച്ചമാണ്. ദൈവഭയം ഇല്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണ്. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനപത്യനായി മരിക്കുന്നതാണെന്ന് പ്രഭാഷകൻ എഴുതി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുതെന്നുകൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ നാം മുഖ്യ വിഷയത്തിലേക്ക് കൂടുതൽ അടുത്തിരിക്കുകയാണ്. പ്രവാചകനായ യെശയ്യാഹും ഏകനാഥനായ യേശുവായും അപ്പസ്തോലനായ പൗലോസും പ്രവചിച്ച വിഷയവുമായി പ്രഭാഷകന്റെ പ്രബോധനത്തിന് ബന്ധമുണ്ട്. ദൈവഭയമില്ലാത്തവരും മിഥ്യാബോധത്തിൽ തളയ്ക്കപ്പെട്ടവരുമായ ഒരു തലമുറയെക്കുറിച്ചുള്ള പ്രവചനമാണ് യെശയ്യാഹ് നടത്തിയത്. യേശുവ ആവർത്തിച്ചതും പൗലോസ് ഓർമ്മപ്പെടുത്തിയതും ഇതേ കാര്യം തന്നെയാണ്. ഇങ്ങനെയൊരു തലമുറ ഈ ഭൂമിയിൽ പെരുകുമ്പോൾ അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ കരയാതിരിക്കുമോ? ദൈവഭയമില്ലാത്തവരും അധർമ്മികളുമായ മക്കളെ പാലൂട്ടിയ അമ്മമാർ തങ്ങളുടെ മുലകളെ ഭാഗ്യമുള്ളവയായി പരിഗണിക്കുമോ? ഗർഭം ധരിച്ചതിനെ പ്രതിയും പ്രസവിച്ചതിനെ പ്രതിയും മുലയൂട്ടിയതിനെ പ്രതിയും ഓരോ സ്ത്രീയും വിലപിക്കുന്ന നാളുകൾ വരുമെന്നത് സ്വർഗത്തിൽ നിന്നുള്ള പ്രഖ്യാപനമാണ്. ചുറ്റിലും കണ്ണോടിച്ചാൽ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് ദർശിക്കാൻ കഴിയും. യേശുവായുടെ പുനരാഗമനത്തിന് തൊട്ടു മുൻപ് സംഭവിക്കേണ്ട ഒരു കാര്യമാണിത്. ഒരിക്കലും ഇല്ലാത്ത വിധം വിശ്വാസത്യാഗം ഈ നാളുകളിൽ സംഭവിക്കും. അധർമ്മം വർദ്ധിക്കുകയും തൽഫലമായി സ്നേഹം തണുത്തു പോവുകയും ചെയ്യും. യേശുവ ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ്. ഈ വചനം ശ്രദ്ധിക്കുക. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 24-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പ്രസവവേദന അനുഭവിക്കാത്തവരോട് ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കാൻ യെശയ്യാഹ് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അധർമ്മികളെ കൊണ്ട് ഭൂമുഖം നിറയുമ്പോൾ അവരിൽ ആരുടെയെങ്കിലും ജനനത്തിനു നാം ഉത്തരവാദിയാണെങ്കിൽ ദൈവസമക്ഷം നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതെ, യെശയ്യാഹ് പ്രവചിച്ചതും
യേശുവ ആവർത്തിച്ചതും പൗലോസ് ഓർമ്മപ്പെടുത്തിയതുമായ വാക്കുകൾ പൂർത്തിയാകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവചനങ്ങൾ നിറവേറുക എന്നത് അനിവാര്യമായ കാര്യമാണെങ്കിലും ഈ അവസ്ഥ എങ്ങനെ ലോകത്ത് സംജാതമായി എന്നത് നാം അറിഞ്ഞിരിക്കണം. പ്രവചനം നിറവേറുന്നതിനുള്ള സാഹചര്യം സ്വാഭാവികമായി തന്നെ സൃഷ്ടിക്കപ്പെടും എന്നതാണ് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ആദിയും അന്തവുമായ അവിടുത്തേക്ക് എല്ലാം സ്പഷ്ടമായി കാണാം. അവിടുന്ന് കാണുന്ന കാര്യങ്ങളാണ് പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി അറിയിക്കുന്നത്. യേശുവായുടെ പുനരാഗമനത്തോടടുത്ത കാലത്ത് ഈ ലോകം ഏതവസ്ഥയിൽ ആയിരിക്കുമെന്ന് പ്രവാചകന്മാരിലൂടെ മാത്രമല്ല അവിടുന്ന് നേരിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദൈവിക നിയമങ്ങൾക്ക് ബദലായി പൈശാചിക നിയമങ്ങൾ സ്ഥാപിക്കപ്പെടുകയും അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന നിയമങ്ങൾക്ക് സകലരും വിധേയരാകുകയും ചെയ്യുന്നത് വഴിയാണ് ഈ ലോകം ദുഷിക്കപ്പെടുന്നത്. സത്യത്തെ സ്നേഹിക്കുന്നതിന് പകരം അസത്യത്തെ സ്നേഹിക്കുന്നത് വഴി മാനവരാശിയെ ഒരു മിഥ്യാബോധം ഗ്രസിക്കും. ഈ മിഥ്യാബോധമാണ് നന്മ തിന്മകളെ വിവേചിക്കാനുള്ള കഴിവില്ലാത്തവരായി മനുഷ്യരെ പരിവർത്തിതരാക്കുന്നത്. ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. തെസലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്നത് ഈ അവസ്ഥയാണ്. ദൈവിക നിയമങ്ങൾ നീക്കം ചെയ്ത് പൈശാചിക നിയമങ്ങൾ സ്ഥാപിക്കുന്ന നാരകീയ ശക്തിയെയാണ് നിയമനിഷേധി എന്ന് വിശേഷിപ്പിക്കുന്നത്. ദൈവിക നിയമങ്ങളെ അസാധുവാക്കുകയും പൈശാചിക നിയമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതോടെ പുതിയ നിയമങ്ങൾക്ക് വിധേയപ്പെടാൻ സകലരും നിർബന്ധിതരാകും. ഇന്ന് ആ അവസ്ഥ ലോകത്ത് സംജാതമായി കഴിഞ്ഞു. ദൈവിക നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്താൻ മാതാപിതാക്കൾക്ക് അവകാശമില്ലാത്ത കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ലോകത്ത് നിലനിൽക്കുന്ന അനേകം നിയമങ്ങളുണ്ട്. ഭേദഗതികൾക്ക് വിധേയമായതും കാലഹരണപ്പെട്ടു പോയതുമായ നിയമങ്ങൾ വേറെയും. മതവിഭാഗങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ നിയമങ്ങളുള്ളതും നമുക്കറിയാം. ഇവയ്ക്കെല്ലാം ഉപരിയായി ആധിപത്യം പുലർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിഗൂഢ നിയമവ്യവസ്ഥയാണ് ഏക ലോക നിയമം അഥവാ വൺ വേൾഡ് ഓർഡർ. ഐക്യരാഷ്ട്രസഭയാണ് ഈ നിഗൂഢ നിയമത്തിൻ്റെ ഉപജാപകർ. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഗൗരവതരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തെന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ കാർമ്മികത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏതൊരു നിയമവും പരിശോധിച്ചാൽ അത് ക്രിസ്തീയ നിയമത്തിന് എതിരായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ക്രിസ്തീയ നിയമങ്ങൾക്കെതിരെ ബദൽ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ എന്ന നിഗൂഢ സംഘടനയുടെ ലക്ഷ്യം. ഈ പ്രസ്ഥാനം ക്രിസ്തീയതയെ ലക്ഷ്യമിടുന്നതിന് പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിയമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു നിയമഗ്രന്ഥം ക്രിസ്ത്യാനികളുടെ നിയമഗ്രന്ഥമായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന ശാശ്വത നിയമങ്ങളെക്കുറിച്ച് മോശ എന്താണ് പറയുന്നതെന്ന് നോക്കുക. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ യാഹ്വേ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിപൂർണമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതു ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? നിയമഗ്രന്ഥം 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. തന്നിലൂടെ നൽകപ്പെട്ട നിയമങ്ങളായതുകൊണ്ട് മോശ കൽപ്പിച്ചു നൽകിയ ശ്രേഷ്ഠതയാണ് യാഹ്വയുടെ നിയമത്തിനുള്ളതെന്ന് ആരും ചിന്തിക്കേണ്ട. 3200 വർഷങ്ങൾക്ക് മുൻപ് നൽകപ്പെട്ട ഈ നിയമങ്ങളോട് കിടപിടിക്കുന്ന
ഒരു നിയമവും ഇന്നോളം ഈ ഭൂമുഖത്ത് ആരും നിർമ്മിച്ചിട്ടില്ല. യാതൊരു പിഴവും ആരോപിക്കാൻ കഴിയാത്തതും കാലങ്ങളെ അതിജീവിച്ചതുമായ മറ്റൊരു നിയമവും ഇല്ലെന്നത് ചരിത്രം തെളിയിച്ച സത്യമാണ്. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾക്കൊന്നും കാലത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. യാഹുവയുടെ നിയമങ്ങളിൽ അനീതിയുടെ കണ്ണിക പോലും ദർശിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ നീതിപൂർണം എന്നത് ആലങ്കാരികമായ ഒരു ഭാഷാപ്രയോഗമായി ആരും കാണരുത്. ദൈവജനമായ ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠതകളിൽ പ്രധാനപ്പെട്ടത് അവർക്ക് യാഹുവയിൽ നിന്ന് ലഭിച്ച നിയമങ്ങളാണ്. യാഹുവയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കൽപ്പനകളെക്കുറിച്ച് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ യാഹുവയുടെ കൽപ്പനകൾ അനുസരിക്കുവിൻ. നിയമഗ്രന്ഥം 4-ാം അധ്യായം 2-ാം വാക്യം. യഥാർത്ഥ ഇസ്രായേലായ ക്രൈസ്തവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന മുന്നറിയിപ്പാണിത്. ദൈവജനം എന്ന പേരിൽ നിലനിൽക്കുന്ന കാലത്തോളം ക്രൈസ്തവരുടെ മേൽ ഈ നിയമത്തിന് പ്രാബല്യമുണ്ട്. അവിടുത്തെ നിയമങ്ങളിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറാൻ അവിടുന്ന് അനുവദിക്കില്ല. ഈ പ്രഖ്യാപനം നമ്മോട് നടത്തിയത് യേശുവയാണ്. അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കുക: നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ക്രൈസ്തവരുടെ മേൽ നിയമത്തിന് എത്രത്തോളം പ്രാബല്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വചനമാണിത്. ക്രിസ്തുവിൻ്റെ വാക്കുകളെ മറികടക്കാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ അവിടുത്തെ വചനത്താലാണ്. അതിനാൽ തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളിൽ നിന്ന് ഇടം വലം തിരിയാൻ ക്രൈസ്തവർക്ക് അനുവാദമില്ല. ക്രിസ്തുവിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കാത്ത സാഹചര്യം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടാൽ എന്തായിരിക്കും പരിണിത ഫലമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ പോലും ക്രിസ്തുവിൻ്റെ നിയമങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിരിക്കുന്നു. ഈ സാഹചര്യത്തെ ആരും നിസ്സാരമായി കാണരുത്. ഇന്ന് ലോകരാജ്യങ്ങൾക്ക് നിയമങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഐക്യരാഷ്ട്രസഭ എന്ന നിഗൂഢ സംഘടനയാണ്. 2-ാം ലോക മഹായുദ്ധാനന്തരം നന്മയുടെ രൂപത്തിൽ സ്ഥാപിതമായ ഇല്ലൂമിനാറ്റി പ്രസ്ഥാനമാണ് ഐക്യരാഷ്ട്രസഭ അഥവാ UN. അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഐക്യരാഷ്ട്ര രക്ഷാസേന എന്നീ സംവിധാനങ്ങളെല്ലാം സ്വന്തമായുണ്ടെങ്കിലും സ്വന്തമായി ഒരു രാജ്യമില്ല എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേകത. നീതിപൂർണമായ ദൈവിക നിയമങ്ങൾക്ക് ബദൽ നിയമങ്ങൾ നിർമ്മിക്കുന്നത് സ്വന്തമായി ഒരു രാജ്യം പോലുമില്ലാത്ത ഈ നിഗൂഢ സംഘടനയാണ്. ഈ ഇല്ലൂമിനാറ്റി സംഘടനയുടെ എല്ലാ ദുരൂഹ നിയമങ്ങളെയും ഇവിടെ വിശകലനം ചെയ്യുന്നില്ലെങ്കിലും നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിൻ്റെ ദുരൂഹതകൾ ഇവിടെ തുറന്നു കാണിക്കേണ്ടിയിരിക്കുന്നു. അതായത്, ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള 13 അനുബന്ധ സംഘടനകളിൽ ഒന്നായ ഐക്യരാഷ്ട്ര ശിശുക്ഷേമ നിധിയുടെ അഥവാ യുനിസെഫിൻ്റെ ദുരൂഹ നിയമങ്ങളും നിഗൂഢ ലക്ഷ്യങ്ങളും മാത്രമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ബാലാവകാശ നിയമങ്ങളുടെ പിന്നിലെ പൈശാചിക അജണ്ട. ഐക്യരാഷ്ട്രസഭ നിർമ്മിക്കുന്ന അറുവഷളൻ നിയമങ്ങളുടെ പിൻബലത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന ചിന്തയിൽ ജീവിക്കുന്ന അനേകരുണ്ട്. 1945 മുൻപും ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുകയും സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇക്കൂട്ടർ ചിന്തിക്കുന്നില്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് സംസ്കാര സമ്പന്നരായ ജനസമൂഹങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു. മതപരവും അല്ലാത്തതുമായ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ധാർമ്മികതയിലൂന്നിയ ജീവിതം നയിച്ചവരായിരുന്നു ആ സമൂഹങ്ങളിൽ പലതും. ഈ സമൂഹങ്ങളെല്ലാം കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചു നൽകിയിരുന്നു.
മനുഷ്യനിർമ്മിത നിയമങ്ങളാണെങ്കിൽ പോലും ധാർമ്മികതയിലൂന്നിയതും സാംസ്കാരികമായി ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നതുമായ ജീവിതക്രമം ഈ നിയമങ്ങളിലൂടെ പല ജനസമൂഹങ്ങൾക്കും ലഭിച്ചു. അങ്ങനെയുള്ള സംസ്കാരത്തിൻ്റെ പുരാതന പ്രതീകമാണ് ഗ്രീക്കുകാർ. എന്നാൽ ഈ ജനതകൾക്ക് സമാന്തരമായി ദൈവത്താൽ നയിക്കപ്പെട്ടിരുന്ന മറ്റൊരു ജനത ഈ ഭൂമുഖത്ത് ഉയർന്നു വന്നു. ദൈവത്തിൽ നിന്ന് നിയമങ്ങൾ ലഭിച്ച ഈ ജനം എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും അവർക്ക് ലഭിച്ചിരുന്ന നിയമങ്ങളെയും ചട്ടങ്ങളെയും പ്രതി അവർ ശ്രേഷ്ഠജനമായി പരിഗണിക്കപ്പെട്ടു. ഈ ജനത്തെക്കുറിച്ച് ബൈബിൾ നൽകുന്ന വെളിപ്പെടുത്തൽ നോക്കുക. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ യാഹ്വേ നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളത് പോലെ നിന്നെ തൻ്റെ വിശുദ്ധജനമായി ഉയർത്തും. യാഹ്വേയുടെ പേര് നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിയമഗ്രന്ഥം 28 അധ്യായം 9-10 വാക്യങ്ങൾ. യാഹ്വയുടെ പേര് വഹിക്കുന്നത് കൊണ്ടും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നത് കൊണ്ടുമാണ് ഈ ജനത്തെ സകല മനുഷ്യരും ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യാഹ്വയുടെ നിയമങ്ങളിൽ നിന്ന് ഈ ജനത്തെ അകറ്റിയാൽ മാത്രമേ ഇവരെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് നിയമങ്ങൾ ലഭിക്കാതിരുന്നിട്ട് പോലും കുടുംബ ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന നിയമങ്ങൾ മറ്റു ജനതകൾക്കും ഉണ്ടായിരുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം. ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നിലനിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ അദൃശ്യകരം ആ ജനതകളുടെ നിയമനിർമ്മാണത്തിലും ഇടപെട്ടതുകൊണ്ടാണ് അത്. കുടുംബം എന്നത് ഈ ഭൂമുഖത്ത് ഉടലെടുത്ത എല്ലാ ജനതകളുടെയും മുഖമുദ്രയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നതും കുടുംബം എന്ന വ്യവസ്ഥിതിയുടെ പിൻബലത്തിലാണ്. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പൊട്ടിമുളച്ച നിഗൂഢ ആശയത്തിൽ നിന്നും രൂപപ്പെട്ട തുക്ലക്ക് പരിഷ്കാരങ്ങളും നിയമങ്ങളും യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നിടത്താണ് സത്യം അനാവരണം ചെയ്യപ്പെടുന്നത്. എന്താണ് ആ സത്യം? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സകലരും അറിഞ്ഞിരിക്കേണ്ട ആ സത്യം ക്രിസ്തുവിൻ്റെ പുനരാഗമനം സമീപിച്ചു എന്നതാണ്. 2700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാഹു വിളിച്ചു പറഞ്ഞ ആ സത്യം നമുക്ക് മുൻപിൽ ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. മാനവരാശിയുടെ ചരിത്രത്തിൽ 1 നൂറ്റാണ്ട് മുൻപ് വരെ തുടർന്നു വന്ന ക്രമമാണ് അടപടലെ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമല്ല, ധാർമ്മികമായ എല്ലാ നല്ല ക്രമങ്ങളുടെയും കടയ്ക്കൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് ആധാരമായ കുടുംബം എന്ന വ്യവസ്ഥിതിയുടെ മേൽ നടന്ന കടന്നുകയറ്റമാണ്. ദൈവജനമായ ക്രൈസ്തവർക്ക് ഇത് ആത്മനാശത്തിന് കാരണമാകുന്ന പാപമാണെങ്കിൽ മറ്റു ജനതകൾക്ക് ധാർമ്മികമായ അധപ്പതനമാണ് ഈ കടന്നുകയറ്റത്തിൻ്റെ പരിണിത ഫലമായി ലഭിക്കുന്നത്. ഇല്ലൂമിനാറ്റികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പുതിയ ലോകക്രമത്തിലൂടെ കുടുംബം എന്ന വ്യവസ്ഥിതി ഇല്ലാതാകും എന്നതാണ് പരമാർത്ഥം. ഇത് ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന ദുരന്തമല്ല, മറിച്ച് സകല ജനതകളെയും ഒന്നുപോലെ ബാധിക്കുന്ന ദുരന്തമാണ്. മക്കളുടെ മേൽ മാതാപിതാക്കൾക്ക് ദൈവം ഉറപ്പിച്ച അവകാശത്തിനുമേൽ ഐക്യരാഷ്ട്രസഭ ചില കടന്നുകയറ്റങ്ങൾ നടത്തിയിട്ടുള്ളത് ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും. മക്കളെ ശാസിക്കാനോ ശിക്ഷണത്തിൽ വളർത്താനോ മാതാപിതാക്കൾക്കുള്ള അധികാരം ഇന്ന് പരിമിതമാണ്. ഇല്ലൂമിനാറ്റികൾ ചിട്ടപ്പെടുത്തിയ പുതിയ ലോകക്രമമാണിത്. ഇതാണ് വൺ വേൾഡ് ഓർഡർ. കുട്ടികളുടെ മേൽ മാതാപിതാക്കൾക്കുള്ള അവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്നത് അവരുടെ ക്ഷേമത്തിനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇല്ലൂമിനാറ്റികൾക്ക് സാധിക്കുന്നുവെന്നതാണ് അവരുടെ വിജയത്തിൻ്റെ പ്രധാന കാരണം. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ശിക്ഷണങ്ങൾ കുട്ടിയുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കപടശാസ്ത്രത്തിൻ്റെ വിശകലനത്തിലൂടെ ലോകത്തെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ശാസ്ത്രീയതയുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടാൽ ഏത് വിഡ്ഢിത്തത്തിനും സ്വീകാര്യത ലഭിക്കുമെന്ന അവസ്ഥ ഇന്ന് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ലൂമിനാറ്റിയുടെ പൈശാചിക പരിഷ്കരണങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ അവർ ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സംവിധാനങ്ങളാണ്. സമൂഹ മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ ആശയപ്രചരണ സംവിധാനങ്ങളും ഇല്ലൂമിനാറ്റിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലായതുകൊണ്ട് സത്യമറിയാനുള്ള സാധ്യതകൾ പരിമിതപ്പെട്ടിരിക്കുന്നു. ഇല്ലൂമിനാറ്റി അജണ്ടകൾ തുറന്നു കാണിക്കുന്ന സന്ദേശങ്ങൾ
യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യുന്നത് സെൻസറിങ്ങിൻ്റെ ഭാഗമാണ്. ഇല്ലൂമിനാറ്റി അജണ്ടയായ വാക്സിനേഷന് എതിരായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വാക്കുപോലും പ്രചരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഇന്നുണ്ട്. മാധ്യമങ്ങളുടെ എണ്ണം ദിനംതോറും വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും സത്യമറിയാൻ സാഹചര്യമില്ല എന്നതാണ് ഇന്ന് മനുഷ്യർ നേരിടുന്ന യഥാർത്ഥ ക്ഷാമം. മാധ്യമങ്ങളെയും വിവര സാങ്കേതികതയെയും സംബന്ധിച്ച് പറയുമ്പോൾ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാൻ ഇല്ലത്രേ എന്ന കവിവാക്യം അന്വർത്ഥമാകും. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വിള്ളലിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പൈശാചികമായ പീഡനത്തിന് കുട്ടികളെ വിധേയരാക്കുന്ന മാതാപിതാക്കളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ പോലെ ഇല്ലെങ്കിൽ കൂടി മക്കളെ ക്രൂരമായ പീഡനമുറകൾക്ക് വിധേയരാക്കിയിരുന്നവർ പുരാതന കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ അന്നും ഇന്നും ഇത് പൊതുവായ അവസ്ഥയായി കണക്കാക്കാൻ കഴിയില്ല. മനോവൈകല്യമുള്ള ഒരു ചെറിയ വിഭാഗത്തിൻ്റെ ചെയ്തികളെ പ്രതി മുഴുവൻ മാതാപിതാക്കളെയും പ്രതിക്കൂട്ടിൽ നിർത്തരുത്. ഇതൊന്നും മനുഷ്യൻ്റെ പൊതു സ്വഭാവമല്ലെന്നും കുടുംബങ്ങളിലെ പൊതുവായ അവസ്ഥയല്ലെന്നുമുള്ള വസ്തുത നാം തിരിച്ചറിയണം. വളരെ ചെറിയൊരു വിഭാഗത്തിൻ്റെ മനോവൈകല്യം മാത്രമാണിത്. തെറ്റ് ചെയ്യുന്നവർ മാത്രമേ ശിക്ഷിക്കപ്പെടാൻ പാടുള്ളൂ. മനോവൈകല്യമുള്ള മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കണം. മാതാപിതാക്കളിൽ ഭൂരിപക്ഷം പേരും മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ്. തങ്ങൾ ഭക്ഷിച്ചില്ലെങ്കിലും മക്കൾ ഭക്ഷിക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് ലഭിക്കാത്ത സന്തോഷങ്ങൾ മക്കൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ 1000-1 പോലും ഉണ്ടാകില്ല. മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുമ്പോഴും അവർ നല്ല വ്യക്തികളായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാത്ത മാതാപിതാക്കന്മാരുണ്ടാകില്ല. യാഥാർത്ഥ്യം ഇതായിരിക്കെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ മാതാപിതാക്കളുടെ ഇടയിലും പുഴുക്കുത്തുകളുണ്ട്. എന്നാൽ ഇതിനെ ചെറുക്കാൻ ഫലവത്തായ മാർഗം മാതാപിതാക്കൾക്ക് മക്കളെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അവകാശം നിഷേധിക്കലാണോ? ഈ നിഷേധിക്കലിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. കുട്ടികൾ രാജ്യത്തിൻ്റെ പൊതു സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ ലോകത്തിൻ്റെ തന്നെ പൊതു സ്വത്താണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു. സാങ്കേതികമായി 2 കൂട്ടരുടെയും വാദങ്ങൾ ശരിയാണെങ്കിലും മക്കളുടെ നന്മ ഏറ്റവും അധികം കാക്ഷിക്കുന്നത് അവർക്ക് ജന്മം നൽകിയവർ തന്നെയാണ്. ജന്മം നൽകിയ പിതാവും ഗർഭാരിഷ്ടതകൾ അനുഭവിച്ച് വേദനയോടെ പ്രസവിച്ച മാതാവും സ്നേഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. കുഞ്ഞിന് ചെറിയൊരു വേദനയുണ്ടാകുമ്പോൾ അമ്മയുടെ നെഞ്ച് പിടയുന്നത് പോലെ ഒരു ഭരണകൂടത്തിൻ്റെയും നെഞ്ച് പിടയുകയുമില്ല. ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞിനെ വധിക്കാൻ നിയമം നിർമ്മിച്ച ഐക്യരാഷ്ട്രസഭയുടെ കപട സ്നേഹം തിരിച്ചറിയേണ്ടത് ഇവിടെയാണ്. ഭ്രൂണഹത്യ നടത്തുന്ന സ്വൈരിണികളെ മാതാവായി പരിഗണിക്കാതെയാണ് ഇത് പറയുന്നത്. ഇക്കൂട്ടരെ പരിഗണിക്കുന്നത് മുൻപ് പറഞ്ഞ പുഴുക്കുത്തുകളുടെ ഗണത്തിലാണ്. നല്ല വിത്തിനോടൊപ്പം കളകൾ വളരുന്നത് കൊണ്ട് ആരെങ്കിലും വിത്ത് വിത നിരോധിച്ചിട്ടുണ്ടോ? ഗോതമ്പിനോടൊപ്പം വളരുന്ന കളകൾ പിഴുതുകളയലാണ് കരണീയമായ കാര്യം. അനേകം വാഹനാപകടങ്ങൾ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ വാഹനങ്ങൾ എവിടെയും നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് ചില ദുഷ്ടമനുഷ്യരുടെ ചെയ്തികളെ കണക്കിലെടുത്ത് കുടുംബാന്തരീക്ഷത്തെ അപ്പാടെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഐക്യരാഷ്ട്രസഭയിലെ അധമ സംഘം ശ്രമിക്കുന്നത് പൈശാചിക അജണ്ടയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. ഈ കടന്നുകയറ്റം ദൈവത്തിൻ്റെ നിയമങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്ന് ക്രൈസ്തവരെങ്കിലും മനസ്സിലാക്കിയിരിക്കുകയും വേണം. ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് യാഹ്വേ ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 3-ാം അധ്യായം 2-ാം വാക്യം. പുത്രൻ്റെ മേൽ ഐക്യരാഷ്ട്രസഭയ്ക്കോ ബാലാവകാശ കമ്മീഷനോ അല്ല അവകാശം നൽകപ്പെട്ടിരിക്കുന്നത്, അവനെ പ്രസവിച്ച അമ്മയ്ക്കാണ്.
ലോകത്തിൻ്റെ കോടതികൾ തുടർന്നു വരുന്നതും ബൈബിളിലെ ഈ നിയമം തന്നെയാണ്. എന്നാൽ മാതാപിതാക്കൾ തമ്മിൽ മക്കളുടെ മേലുള്ള അവകാശത്തെ ചൊല്ലി തർക്കമുണ്ടാകുമ്പോൾ മാത്രമാണ് ഈ നിയമത്തിന് പ്രാബല്യമുള്ളത്. കുട്ടികളെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്താൽ മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ പരിപൂർണമായി വിടുവിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളാണ് ഐക്യരാഷ്ട്രസഭ എന്ന ഇല്ലൂമിനാറ്റി പ്രസ്ഥാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ലോകരാജ്യങ്ങളിൽ ഇന്ന് ഭരണം നടത്തുന്നത് ഇവരുടെ ആജ്ഞാനുവർത്തികളാണ്. നിയമം നിർമ്മിക്കാൻ ഇവർ ആലോചിക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കാൻ ഭരണകൂടങ്ങൾ തിടുക്കം കൂട്ടുന്ന ദുരവസ്ഥയും ഇന്നുണ്ട്. അതായത്, ബാലാവകാശത്തിൻ്റെ പേരിൽ ഇല്ലൂമിനാറ്റി നേടിയെടുത്തത് പുതിയൊരു തലമുറയെ സാത്താനു വേണ്ടി വാർത്തെടുക്കാനുള്ള സമ്മതിപത്രമാണ്. ശിശുക്ഷേമ നിയമങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ശിശുക്കളുടെ ക്ഷേമത്തിന് എന്ന വ്യാജേന ഇല്ലൂമിനാറ്റികൾ നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് മനോവ കടക്കുന്നില്ല. എന്നിരുന്നാലും ചില നിയമങ്ങളെക്കുറിച്ച് ലളിതമായെങ്കിലും സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ മതവിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർത്താൻ അനുവാദമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുവെന്നതാണ് ബാലാവകാശ നിയമങ്ങളിലെ ഏറ്റവും വലിയ ദുരന്തം. ദൈവഭക്തിയെ ഭോഷത്വമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പാഠ്യപദ്ധതിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അധാർമികവും കുത്തഴിഞ്ഞതുമായ ഒരു ലൈംഗിക സംസ്കാരം കുട്ടികളിൽ വാർത്തെടുക്കാൻ ഇല്ലൂമിനാറ്റി ശ്രമം നടത്തുന്നു. ലൈംഗിക വിദ്യാഭ്യാസം എന്ന പേരിലാണ് ഈ പദ്ധതി ഇവറ്റകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്വവർഗഭോഗത്തെയും സ്വയംഭോഗത്തെയും മഹത്വവൽക്കരിക്കുന്നതും ഉഭയസമ്മതപ്രകാരം ആരുമായും വേഴ്ചകൾ നടത്തുന്നത് തെറ്റല്ലെന്ന് പഠിപ്പിക്കുന്നതുമാണ് ഇവരുടെ ലൈംഗിക വിദ്യാഭ്യാസം. ലൈംഗിക ബന്ധം ആണും പെണ്ണും തമ്മിലായിരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് ഇവർ പുതുതലമുറയെ പഠിപ്പിക്കുന്നു. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിയിരുത്തി പഠിപ്പിച്ചാൽ മാത്രമേ രതിവിദ്യാഭ്യാസം പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ എന്നാണ് ഇവറ്റകൾ ശഠിക്കുന്നത്. ഹോർമോൺ വ്യതിയാനം സംഭവിക്കുന്ന കൗമാരത്തിൽ അധാർമികമായ ലൈംഗികതയിലേക്ക് കുട്ടികളെ നയിക്കാൻ ഇതിൽ പരം സാഹചര്യം ആവശ്യമില്ലെന്ന് പാശ്ചാത്യ നാടുകൾ അനുഭവത്തിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. ഈ ദുരന്തം ലോകത്തെ ആകമാനം ഗ്രസിക്കാൻ അധിക സമയം വേണ്ടിവരില്ല. ഇതിനിടയിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലുകൾ പാടില്ലെന്ന നിയമം കൂടി വരാൻ പോകുന്നത്. ആൺ പെൺ വേർതിരിവുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലും ആക്ടിവിസ്റ്റുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആൺകുട്ടിയുടെ രൂപത്തിൽ ജനിച്ച കുട്ടിയെ ആൺകുട്ടിയായോ പെൺകുട്ടിയുടെ രൂപത്തിൽ ജനിച്ച കുട്ടിയെ പെൺകുട്ടിയായോ സംബോധന ചെയ്യാൻ പാടില്ലെന്നതാണ് മറ്റൊരു പൈശാചിക നിയമം. അതായത്, മാതാപിതാക്കൾക്ക് തങ്ങളുടെ ആൺകുട്ടിയെ എടാ എന്നോ പെൺകുട്ടിയെ എടി എന്നോ സംബോധന ചെയ്യാൻ പാടില്ല. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർ തന്നെ തങ്ങളുടെ ലിംഗം തിരഞ്ഞെടുക്കട്ടെ എന്ന് ഇല്ലൂമിനാറ്റികൾ കൽപ്പിക്കുന്നു. പെൺകുട്ടികളിൽ ഭൂരിപക്ഷവും ഇപ്പോൾ തന്നെ ചില പരിഷ്കാരങ്ങൾ സംബോധനയിൽ വരുത്തിയതായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പുതുതലമുറയിലെ പെൺകുട്ടികൾ ഇപ്പോൾ പരസ്പരം സംബോധന ചെയ്യുന്നത് എടാ എന്നാണ്. ഇതിനെ ആരും നിസ്സാരമായി കാണരുത്. ഇതിനേക്കാളെല്ലാം വലിയ മറ്റൊരു ദുരന്തമുണ്ട്. ദത്തെടുക്കൽ നിയമമാണത്. സ്വവർഗ വിവാഹം ചെയ്ത് രതിവൈകൃതം ആസ്വദിച്ച് ജീവിക്കുന്ന അധമ ജോഡികൾക്ക് കുട്ടികളെ ദത്തെടുക്കാൻ അവകാശം നൽകുന്നതാണ് ആ നിയമം. മൃഗവേഴ്ചയ്ക്ക് പോലും മടിയില്ലാത്ത നീചരായ ഈ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ വിധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ കാണാൻ ഭ്രൂണഹത്യയ്ക്കും സ്വർഗ വിവാഹത്തിനും നിയമസാധുത നൽകുന്നവർക്ക് കഴിയുന്നില്ലെങ്കിൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇല്ലൂമിനാറ്റികൾ ലക്ഷ്യമിടുന്നത് ദൈവനിഷേധികളുടെ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതാണ്. ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ സാത്താൻ പ്രതികാരദാഹിയാകും. മനുഷ്യൻ്റെ സന്തോഷവും
സമാധാനവുമാണ് സാത്താൻ്റെ രോഷവും ദുഃഖവും വർദ്ധിപ്പിക്കുന്നത്. മാനവരാശിക്ക് നന്മയായി ഭവിക്കുന്ന നിയമങ്ങളൊന്നും സാത്താനിൽ നിന്നോ സാത്താൻ നിയോഗിക്കുന്നവരിൽ നിന്നോ ഉണ്ടാകില്ലെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവിക നിയമങ്ങൾക്ക് എതിരായുള്ള നിയമങ്ങൾക്ക് വേണ്ടി വാദിക്കാനും സമരം ചെയ്യാനും സാത്താൻ ചില ആക്ടിവിസ്റ്റുകളെ ലോകത്ത് ഉയർത്തിയിട്ടുണ്ട്. വിരലിലെണ്ണാൻ കഴിയുന്നത്ര ചെറിയൊരു വിഭാഗമാണ് ഇവരെങ്കിലും ഇവരുടെ ആവർത്തിക്കപ്പെടുന്ന ശബ്ദത്തിന് ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്നുവെന്നതാണ് മറ്റൊരു ദുരന്തം. ഇവരുടെ ശബ്ദം ഉയർന്നു കേൾക്കാനും ഇവരെ എതിർക്കുന്നവരുടെ ശബ്ദം ആരും കേൾക്കാതിരിക്കാനും ഇല്ലൂമിനാറ്റികൾ ശ്രദ്ധിക്കുന്നു. ഇല്ലൂമിനാറ്റികൾ നൽകുന്ന ഫണ്ടും ഇല്ലൂമിനാറ്റികളുടെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേറ്റുകൾ നൽകുന്ന പരസ്യങ്ങളുമാണ് മുഖ്യധാര മാധ്യമങ്ങളെ നിലനിർത്തുന്നത്. പ്രധാന സോഷ്യൽ മീഡിയ സൈറ്റുകൾ എല്ലാം ഇല്ലൂമിനാറ്റികളുടെ ഉടമസ്ഥയിലാണെന്നതും അറിഞ്ഞിരിക്കണം. മുഖ്യധാരാ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നത് മാത്രമേ ലോകത്ത് പ്രചരിക്കുകയുള്ളൂ. ഇടത് ആക്ടിവിസ്റ്റുകളുടെ ശബ്ദമാണ് ലോകത്തിൻ്റെ ശബ്ദമെന്ന് സകലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇല്ലൂമിനാറ്റികൾക്ക് സാധിക്കുന്നത് മാധ്യമ സെൻസറിങ് വഴിയാണ്. അഴിഞ്ഞാട്ടക്കാരായ ആക്ടിവിസ്റ്റുകൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നിയമനിർമ്മാണം നടത്താൻ ഇല്ലൂമിനാറ്റികൾ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ആക്ടിവിസ്റ്റുകളുടെ ഇല്ലൂമിനാറ്റി ബന്ധമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇടത് ആക്ടിവിസ്റ്റുകളുടെ ഇംഗിതമനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം സത്യദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഈ ഭൂമിയുടെ മേൽ തുല്യ അവകാശമാണെന്ന് വാദിക്കുന്ന പരിസ്ഥിതിവാദികളെയും മൃഗസ്നേഹികളെയും സ്പോൺസർ ചെയ്തിരിക്കുന്നതും ഇല്ലൂമിനാറ്റികളാണ്. കാർബൺ ഫണ്ടിംഗ്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ്, ഗ്രീൻ ഫിനാൻസ് എന്നിവയെല്ലാം ഇല്ലൂമിനാറ്റികളുടെ ആഗോള പദ്ധതികളാണ്. വേലയും കൂലിയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ചിലർ ഒരു സുപ്രഭാതത്തിൽ മൃഗസ്നേഹികളും പരിസ്ഥിതിവാദികളുമായി രംഗപ്രവേശം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഒരു പണിക്കും പോകാത്ത ഇവർ സുഖലോലുപരായി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പട്ടിയുടെയും പൂച്ചയുടെയും പ്രൊഫൈൽ ഫോട്ടോകളുമായി രംഗത്തുള്ള ഇവർ ഉറുമ്പിനെയും പാമ്പിനെയും ഒക്കെ തീറ്റിപ്പോറ്റുന്ന കഥകളുമായി പോസ്റ്റുകൾ ഇടാറുണ്ട്. പാവപ്പെട്ട 17 മനുഷ്യരെ ചവിട്ടിക്കൊന്ന അരിക്കൊമ്പനു വേണ്ടിയാണ് ഇവറ്റകളുടെ രോദനം. ഇവറ്റകളുടെ ഈ രോദനത്തിന് പിന്നിൽ ഇല്ലൂമിനാറ്റികൾ നൽകുന്ന പണത്തോടുള്ള ആത്മാർത്ഥത മാത്രമാണുള്ളത്. കേരളത്തെ പൂർണ്ണമായും വനവൽക്കരിക്കുകയെന്ന അജണ്ടയോടെ കാർബൺ ഫണ്ടിംഗ് നടത്തുന്നത് ഇല്ലൂമിനാറ്റിയാണ്. കേരളത്തിലെ സർക്കാരിന് പോലും ഇവർ ഫണ്ടിംഗ് നടത്തുന്നുണ്ട്. വനം വന്യജീവി സംരക്ഷണം എന്ന പേരിൽ ഇല്ലൂമിനാറ്റികൾ ഒഴുക്കുന്ന ശതകോടികൾ മന്ത്രി പുങ്കന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലയോര കർഷകർക്ക് നീതി ലഭിക്കുമെന്ന് ആരും സ്വപ്നം കാണരുത്. മൃഗങ്ങളെക്കാൾ കൂടുതലായ അവകാശങ്ങളൊന്നും മനുഷ്യർക്ക് ഭൂമിയിൽ ഇല്ലെന്ന് സ്ഥാപിക്കാൻ ഇല്ലൂമിനാറ്റികൾ ശ്രമിക്കുന്നത് ദൈവത്തെ എതിർക്കുന്നതിനാണ്. എന്തെന്നാൽ ഭൂമിയിലെ സകല സൃഷ്ടികളുടെയും മേൽ മനുഷ്യന് ആധിപത്യമുണ്ടായിരിക്കട്ടെ എന്നതാണ് ദൈവത്തിൻ്റെ കൽപ്പന. മാത്രവുമല്ല, ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ തരം താഴ്ത്തിയാൽ അതുവഴി ദൈവത്തെ നിന്ദിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. മതവിദ്യാഭ്യാസം വിലക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് ക്രിസ്ത്യാനികളെ മാത്രമായിരിക്കുമെന്ന് നാം തിരിച്ചറിയണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നിത്യജീവനുമായി ബന്ധപ്പെട്ട ആത്മീയത ക്രിസ്തീയതയിൽ മാത്രമേ ഉള്ളൂ എന്നതാണ്. മറ്റു മതങ്ങളിൽപ്പെട്ടവർ തങ്ങളുടെ മക്കളെ മതവിശ്വാസത്തിൽ വളർത്താൻ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ഉദാര സമീപനം സ്വീകരിക്കും എന്നതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തം. എന്തെന്നാൽ മൂന്നാമത്തെ കാരണം എന്നത് ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ മതബോധനം പരിപൂർണമായും ക്രിസ്തീയ വിരുദ്ധമായിരിക്കുന്നു എന്നതാണ്.
കത്തോലിക്ക മതബോധനം പൂർണ്ണമായും ഇന്ന് ഇല്ലൂമിനാറ്റി ഏറ്റെടുത്തു കഴിഞ്ഞു. വിവിധതരം രതിവൈകൃതങ്ങളിൽ വ്യാപരിക്കുന്നവരുടെ ഏകോപന സമിതിയായ LGBTQ ഔദ്യോഗിക പതാക ഇന്ന് യൂറോപ്പിലെ കത്തോലിക്ക സഭയുടെ പള്ളികളിൽ ഉയർത്തിയിരിക്കുന്നതിനെ ആരും നിസ്സാരമായി കാണരുത്. കത്തോലിക്ക സഭയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മേലുള്ള നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ഇല്ലൂമിനാറ്റികൾ ഇങ്ങനെ ചെയ്യുന്നത് ദൈവത്തെ പ്രകോപിപ്പിച്ച് അവിടുത്തെ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നതിനാണ്. സോദോം ഗൊമോറ പട്ടണങ്ങൾ ഇന്നും നമുക്ക് മുൻപിൽ ഭീകര ദൃഷ്ടാന്തമായുണ്ടെന്ന് തിരിച്ചറിയണം. ദൈവം അന്നും ഇന്നും ഒരുവൻ തന്നെയാണ്. അവിടുത്തെ സ്വഭാവത്തിലോ പരിശുദ്ധിയിലോ ഇന്നോളം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കുക. എന്തെന്നാൽ യെരുശലേമിൽ സ്ഥാപിതമായ സഭയുടെ നിയമങ്ങൾ അന്നത്തേതുപോലെ തന്നെ ഇന്നും നിലനിൽക്കുന്നു. നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു എന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെറ്റിദ്ധാരണ മാത്രമാണ്. സഭയിൽ നുഴഞ്ഞു കയറിയ ഇല്ലൂമിനാറ്റികൾ ഇന്ന് വിശ്വാസികൾക്ക് മതബോധനം നൽകുമ്പോൾ അതാണ് സഭയുടെ യഥാർത്ഥ മതബോധനമെന്ന് വിശ്വാസികൾ തെറ്റിദ്ധരിക്കുന്നു. കൂടുതൽ വിവരിക്കാതെ തന്നെ ഈ അവസ്ഥയെ മനസ്സിലാക്കാൻ സാമൂഹിക ജീവികൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഭൂമിയിൽ പടിപടിയായി സ്ഥാപിക്കപ്പെട്ട അധാർമികതയുടെ പൂർണ്ണാവസ്ഥയിൽ ഇന്ന് എത്തി നിൽക്കുന്നു. ഈ അവസ്ഥയെക്കുറിച്ചാണ് യേശയ്യാഹ് 2700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത്. ആ പ്രവചനത്തിൻ്റെ ആദ്യ ഭാഗം പരിശോധിച്ചാൽ ഇന്നത്തെ അവസ്ഥ അതിൽ നേരിൽ ദർശിക്കാൻ കഴിയും. ചരട് പൊട്ടിയ പട്ടം പോലെ മക്കൾ അധാർമികതയിലേക്കും ദൈവ നിഷേധത്തിലേക്കും പറന്നു പോകുമ്പോൾ ദൈവഭക്തരായ മാതാപിതാക്കൾ എന്ത് ചിന്തിക്കുമോ ആ ചിന്തയാണ് യേശയ്യാഹും യേശുവായും പൗലോസും പ്രവചിച്ചത്. വന്ധ്യമായ ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിനം ഏതാണെന്ന് മനസ്സിലാക്കാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. അതെ, ദൈവഭക്തിയിൽ മക്കളെ വളർത്താൻ സാഹചര്യമില്ലെങ്കിൽ മക്കൾ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം ഇവിടെ പ്രത്യേകമായി വിവേചിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ യേശയ്യാഹ് പ്രവചിച്ചതും യേശുവ മുന്നറിയിപ്പ് നൽകിയതും പൗലോസ് ഓർമ്മിപ്പിച്ചതുമെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവരോട് മാത്രമായിരുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരും നരകത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചവരുമായ ലൗകിക മനുഷ്യർക്ക് ഈ പ്രവചനങ്ങളൊന്നും ബാധകമല്ല. അതായത് നരകത്തിനായി സമർപ്പിക്കപ്പെട്ട മനുഷ്യർക്ക് എങ്ങനെയും ജീവിക്കാം. ഭർതൃമതികളുടെ മക്കളും ഏകാഗ്നിയുടെ മക്കളും. ഇതുവരെ നാം പരിശോധിച്ചത് യേശയ്യാഹിൻ്റെ പ്രവചനത്തിലെ ആദ്യ ഭാഗമാണ്. ഒന്നാം ഭാഗത്തിൻ്റെ നിറവേറൽ നാം കണ്ടു. ഇനി നമുക്ക് പ്രവചനത്തിൻ്റെ അവസാന ഭാഗം പരിശോധിക്കാം. അത് മനസ്സിലാക്കാൻ വലിയൊരു വിവരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. കാരണം ആദ്യ ഭാഗവുമായി ചെറിയൊരു വ്യത്യാസം മാത്രമേ തുടർന്നുള്ള ഭാഗത്തിനുള്ളൂ. പ്രവചനത്തിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെയാണ്: ഏകാഗ്നിയുടെ മക്കളാണ് ഭർതൃമതിയുടെ മക്കളേക്കാൾ അധികം. യേശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 54-ാം അധ്യായം 1-ാം വാക്യം. യേശയ്യാഹിൻ്റെ പ്രവചനം യേശുവ ആവർത്തിച്ചപ്പോൾ ഈ ഭാഗം അവിടുന്ന് വിട്ടുകളഞ്ഞു. സാഹചര്യവുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് യേശുവ ഇത് ആവർത്തിക്കാത്തത്. എന്നാൽ പൗലോസ് ഇത് ഉദ്ധരിച്ചപ്പോൾ ഈ ഭാഗവും കൂടി പരിഗണിച്ചു. പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്തെന്നാൽ ഭർതൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തയ്ക്കാണുള്ളത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യം. ഏകാഗ്നി, പരിത്യക്ത എന്നീ വാക്കുകൾ ഇവിടെ ഒരേ അവസ്ഥയെ തന്നെയാണ് വിവക്ഷിക്കുന്നത്. ഭർത്താവിൽ നിന്ന് അകന്നു ജീവിക്കുന്നവൾ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, ഭർത്താവിനെ ഉപേക്ഷിച്ചവൾ, അവിവാഹിത എന്നിങ്ങനെയുള്ള അവസ്ഥകളിൽ ഏതെങ്കിലും ഒന്നിൽ ജീവിക്കുന്ന സ്ത്രീയെ ഏകാഗ്നിയായി പരിഗണിക്കാം. എന്നാൽ
പരിത്യക്ത എന്ന വിശേഷണം അവിവാഹിതയ്ക്ക് ചേരുന്നതല്ല. പരിത്യക്ത എന്ന് പൗലോസ് അപ്പസ്തോലൻ എഴുതിയതിന് കാരണമുണ്ട്. എന്തെന്നാൽ യേശയ്യാഹിൻ്റെ പ്രവചനത്തെ സാറ, ഹാഗാർ എന്നീ മാതാക്കളുമായി ചേർത്ത് വെച്ച് നൽകിയ പ്രബോധനത്തിലാണ് പൗലോസ് ഈ പ്രയോഗം നടത്തിയത്. ഭർത്താവിനോടൊപ്പം മരണം വരെ ജീവിച്ച സാറായെയും ഭർത്താവിനാൽ പരിത്യജിക്കപ്പെട്ട ഹാഗാറിനെയും പ്രതീകങ്ങളാക്കിയത് ഒരു പ്രത്യേക വിഷയം അവതരിപ്പിക്കാനാണ്. ഹാഗാർ പരിത്യക്തയായ ചരിത്രം നമുക്കറിയാം. അതായത് പൗലോസ് നടത്തിയത് യുഗാന്തത്തെ സംബന്ധിക്കുന്ന പ്രവചനമായിരുന്നില്ല, മറിച്ച് പുത്രത്വത്തെയും അവകാശത്തെയും സംബന്ധിച്ച് പ്രബോധനം നൽകിയപ്പോൾ യേശയ്യാഹിൻ്റെ പ്രവചനം ഉദ്ധരിച്ചുവെന്ന് മാത്രം. അതിനാൽ യേശയ്യാഹിൻ്റെ പ്രവചനത്തിൽ വായിക്കുന്ന ഏകാകിനി എന്ന വിശേഷണമാണ് നാം ഇവിടെ പരിഗണിക്കുന്നത്. ഏകാകിനി എന്ന വിഭാഗത്തിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, ഭർത്താവിനെ ഉപേക്ഷിച്ചവൾ, അവിവാഹിത എന്നിവരെയെല്ലാം ചേർക്കാവുന്നതാണ്. ഏകാകിനിയുടെ മക്കളാണ് ഭർതൃമതിയുടെ മക്കളെക്കാൾ അധികം എന്ന് യേശയ്യാഹ് പ്രവചിച്ചിരിക്കുന്നു. എന്താണ് ഈ പ്രവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? യേശയ്യാഹ് പ്രവചിച്ചത് വിവാഹേതര ബന്ധത്തിലൂടെ ജനിക്കുന്ന മക്കളുടെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. വന്ധ്യകൾക്ക് ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിനങ്ങളിൽ തന്നെയാണ് ഈ പ്രവചനവും നിറവേറുന്നത്. അതായത് യേശുവായുടെ പുനരാഗമനത്തിന് തൊട്ടു മുൻപ് ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണവും സംഭവിക്കും. അതിനുള്ള ക്രമീകരണമാണ് പുത്തൻ ലോകക്രമത്തിലൂടെ ഇലൂമിനാറ്റികൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ രൂപത്തിൽ ജനിച്ച നരകസന്തതികൾ ഇന്ന് നീതിപീഠങ്ങളിൽ പോലും ഉപവിഷ്ടരായി അധർമ്മികൾക്ക് വേണ്ടി വിധിപ്രസ്താവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിയമങ്ങൾ നിർമ്മിക്കുന്ന ഭരണകൂടങ്ങളിലും ഇവർ നിർമ്മിക്കുന്ന നിയമങ്ങൾക്കനുസരണമായി വിധി പ്രസ്താവിക്കുന്ന നീതിപീഠങ്ങളിലും മാത്രമല്ല, ആത്മീയ ആചാര്യന്മാരുടെ സംഘങ്ങളിൽ പോലും സാത്താൻ്റെ സന്തതികൾ സ്ഥാനാരോഹിതരായി കഴിഞ്ഞു. ഇല്യൂമിനാറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണകൂടങ്ങൾ നിയമങ്ങൾ നിർമ്മിക്കുകയും ഈ നിയമങ്ങളെ ആധാരമാക്കി നീതിപീഠങ്ങൾ വിധി പ്രസ്താവിക്കുകയും ചെയ്യുമ്പോൾ പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ലോകക്രമത്തിന് അനുരൂപമായി മതനിയമങ്ങൾ പരിഷ്കരിക്കുക എന്നതാണ് ആത്മീയ ആചാര്യന്മാരുടെ വേഷത്തിൽ വിരാജിക്കുന്ന ഇലൂമിനാറ്റികളുടെ ദൗത്യം. സ്വവർഗ വിവാഹത്തെപ്പോലും അംഗീകരിക്കാൻ മതാചാര്യന്മാർ തയ്യാറാകുന്നത് ഇതിൻ്റെ ഭാഗമാണ്. മറ്റു മതങ്ങളുടെ നിയമങ്ങളെപ്പോലെ ഭേദഗതികൾ വരുത്താൻ സാധിക്കുന്നതല്ല ക്രിസ്തുവിൻ്റെ സഭയുടെ നിയമങ്ങൾ. കാരണം ഈ നിയമങ്ങൾ ക്രിസ്തുവിനാൽ മുദ്ര വെച്ചുറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ മുദ്രയുടെ കാലാവധി ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നത് വരെയാണ്. യേശുവായുടെ പ്രഖ്യാപനം ഒരിക്കൽ കൂടി വായിക്കാം. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ, സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യം. യേശുവായുടെ ഈ വാക്കുകളിൽ നിന്ന് ഒരു ചുവട് ഇടത്തോട്ടോ ഒരു ചുവട് വലത്തോട്ടോ ആരെങ്കിലും മാറിയാൽ പിന്നീടൊരിക്കലും അവൻ അവിടുത്തെ സഭയുടെ ഭാഗമായിരിക്കുകയില്ല. അതായത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘട്ടത്തിൽ ലംഘിക്കാൻ കൂടിയുള്ളതാണ് ലോകത്തിൻ്റെ നിയമങ്ങൾ. സീസറിൻ്റെ നിയമങ്ങൾ എപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരാകുന്നുവോ അപ്പോൾ മുതൽ ക്രിസ്ത്യാനികൾ നിയമലംഘകരാകും. ദൈവത്തിനുള്ളത് നൽകാതെ സീസറിനെ പ്രീതിപ്പെടുത്താൻ യഥാർത്ഥ ക്രിസ്ത്യാനികൾ തയ്യാറാകില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ പിതാക്കന്മാർ സിംഹക്കുഴിയിൽ കിടന്നിട്ടുണ്ട്. തിളച്ച എണ്ണയിൽ പൊരിച്ചെടുക്കപ്പെട്ടവരും നെടുകെ പിളർക്കപ്പെട്ടവരും കുരിശിലേറ്റപ്പെട്ടവരും ഗളച്ഛേദം ചെയ്യപ്പെട്ടവരും ഞങ്ങളുടെ പൂർവികരിലുണ്ട്. അതുകൊണ്ട് സഭയിൽ സ്ഥാപിതമായിരിക്കുന്ന പുത്തൻകൂറ്റു നിയമങ്ങൾക്ക് വിനീത വിധേയരാകാൻ തയ്യാറാകുന്നവർ സ്വാഭാവികമായും സഭാപൃഷ്ഠരാകും. ക്രിസ്തുവിൻ്റെ വാക്കാണ്
ക്രിസ്ത്യാനിയുടെ അവസാന വാക്ക്. വിഷയത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ക്രിസ്ത്യാനിയുടെ അവസാന വാക്ക് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ അവിടുത്തെ സ്വീകരിക്കാൻ ഒരു ചെറിയ അജഗണമെങ്കിലും ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്നുണ്ടാകും. അവരാണ് ഭർതൃമതികളുടെ മക്കൾ. എന്നാൽ അന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുന്നവരിൽ അധികം പേരും ഏകാകിനിമാരുടെ മക്കളായിരിക്കും. കാരണം ചുരുക്കം ചിലരൊഴികെ സകലരും ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ വെച്ച് നീട്ടുന്ന പാപസുഖങ്ങൾ ആസ്വദിച്ച് ജീവിക്കുമ്പോഴായിരിക്കും ആ ദിവസം ഒരു കെണി പോലെ വരുന്നത്. ഇവിടെ നാം ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. എന്തെന്നാൽ നിയമാനുസരണത്തെ നിസ്സംഗതയോടെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രബോധനങ്ങളുമായി ചില ആചാര്യ വേഷധാരികൾ സഭകളിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ വിശ്വാസികളെ നിയമലംഘനത്തിനായി പ്രേരിപ്പിക്കുന്നു. ഇക്കൂട്ടരെക്കുറിച്ച് മോശ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതാണ്: കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്നു പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. എന്നാൽ യാഹ്വേ അവനോട് ക്ഷമിക്കുകയില്ല. യാഹ്വയുടെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ പതിക്കും. യാഹ്വേ ആകാശത്തിനു കീഴെ നിന്ന് അവൻ്റെ പേര് തുടച്ചു മാറ്റും. നിയമഗ്രന്ഥം 29 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നിയമം അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും നിയമത്തെ നിസ്സംഗതയോടെ സമീപിച്ചാലുണ്ടാകുന്ന ദുരന്തവുമാണ് മോശ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ദൈവിക നിയമങ്ങളെ നിസാരമായി കാണാൻ പ്രേരിപ്പിക്കുന്നവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് എന്നാണ്. ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകപ്പെട്ടിട്ടും ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ തന്നിഷ്ടം പോലെ ജീവിക്കുകയും അങ്ങനെയുള്ള ജീവിതത്തെ ദൈവത്തിൻ്റെ കാരുണ്യവും ദീർഘക്ഷമയും ഉയർത്തിപ്പിടിച്ച് സാധൂകരിക്കുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നവരല്ലേ? ഇല്ലൂമിനാറ്റികൾ നിർമ്മിക്കുന്ന പൈശാചിക നിയമങ്ങളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ആദ്യമിറങ്ങുന്നത് ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സഭകളുടെ ആചാര്യന്മാരാണ്. വിജാതിയർ പോലും മടിച്ചു നിൽക്കുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ മ്ലേച്ഛ നിയമങ്ങൾക്ക് പുണ്യപരിവേഷം നൽകാൻ ഇവറ്റകൾ മുന്നിട്ടിറങ്ങുന്നു. വിവാഹപൂർവ ലൈംഗികത, വിവാഹേതര ലൈംഗികത, അവിവാഹിത സാഹസിക കുടുംബജീവിതം എന്ന ലിവിങ് ടുഗദർ, സ്വവർഗ വിവാഹം എന്നിങ്ങനെയുള്ള പൈശാചികതകൾ ആരംഭിച്ചത് തന്നെ ക്രൈസ്തവരെന്ന് പറയപ്പെടുന്നവരുടെ ഇടയിൽ നിന്നാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് വരെ ക്രൈസ്തവരുടെ ഇടയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത മ്ലേച്ഛതകളാണ് ഇവയെല്ലാം. ഒരു നൂറ്റാണ്ട് മുൻപ് വരെ ക്രൈസ്തവ സഭകളിൽ കേട്ടുകേൾവിയില്ലാത്ത മറ്റൊരു തിന്മയാണ് വിവാഹമോചനം. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറിയിരിക്കുന്നു. റദ്ദാക്കൽ അഥവാ അന്യൂൾഡ് എന്ന ഓമനപ്പേരിൽ നടക്കുന്നതെല്ലാം പക്ക വിവാഹമോചനങ്ങളാണ്. ദൈവത്തെ കബളിപ്പിക്കാമെന്നാണ് ഇവർ വ്യാമോഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനങ്ങളെയും ദൈവിക നിയമങ്ങളെയും യാതൊരു സങ്കോചവുമില്ലാതെ ഉപേക്ഷിക്കുകയും ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരണമായി നിയമങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യാൻ സഭകളുടെ ആചാര്യ വേഷധാരികൾ തയ്യാറാകുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയണം. എന്തെന്നാൽ യേശുവായുടെ പുനരാഗമനം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. കേൾവിക്കാർക്ക് ഇമ്പമുള്ളത് മാത്രം പ്രഘോഷിക്കുന്നവരായി പ്രബോധകർ അധപ്പതിച്ചതും കാലത്തിൻ്റെ അടയാളങ്ങളിലൊന്നാണ്. നിഘണ്ടുവിൽ നിന്ന് പല പദങ്ങളും നീക്കം ചെയ്യപ്പെട്ടത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തിന്മകളിൽ വ്യാപരിക്കുന്നവരെ വിളിക്കുന്ന പദങ്ങൾക്ക് അപ്രഖ്യാപിത വിലക്ക് ഇപ്പോൾ തന്നെയുണ്ട്. വേശ്യകൾ എന്ന പദത്തിനു പകരം
ലൈംഗിക തൊഴിലാളികൾ എന്ന പദം സ്ഥാനം പിടിച്ചു. വ്യഭിചാരം, വ്യഭിചാരിണി, സ്വൈരിണി, അവിഹിതം തുടങ്ങിയ വാക്കുകൾക്കെല്ലാം ഇന്ന് വിലക്കുണ്ട്. അധാർമികവും പൈശാചികവുമായ ഒന്നുമില്ല എന്ന ലോക നിയമത്തെ പ്രീണിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. അവിഹിത ഗർഭം എന്നത് പഴകിയ ഒരു പ്രയോഗം മാത്രമാണിന്ന്. ഏകാകിനിയുടെ മക്കളെ കൊണ്ട് ഈ ഭൂമുഖം നിറയ്ക്കണമെങ്കിൽ അവിഹിത വേഴ്ചകളെ മഹത്വവൽക്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് സാത്താൻ അറിയാം. വിവാഹപൂർവ്വ ലൈംഗികതയിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് അഭിമാനത്തോടെ പറയാൻ കൗമാരക്കാർക്ക് പോലും ഇന്ന് ലജ്ജയില്ല. വിവാഹേതര ലൈംഗികതയെയും അസ്വാഭാവികമായി കാണുന്നവരല്ല ഇന്നുള്ളത്. തിന്മകളിൽ അഭിമാനം കൊള്ളുന്ന ഈ ദുരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ദൈവം വെറുക്കുന്നതിനെല്ലാം സാമൂഹിക ബഹുമതി, സോഷ്യൽ റെസ്പെക്റ്റ് നൽകാൻ ലോകം തയ്യാറായതാണ് അതിൻ്റെ കാരണം. ദൈവത്തിൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്ഥാപിതമായ പുതിയ ലോകക്രമം മാനവരാശിയുടെ ഉന്മൂലനം ത്വരിതപ്പെടുത്തുമെന്ന് അതിനോട് ഇഴുകിച്ചേർന്ന മനുഷ്യർ തിരിച്ചറിയുന്നില്ല. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ലെന്നും നിയമവിരുദ്ധമായ വേഴ്ചയുടെ ഫലം നശിക്കുമെന്നും ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ലെന്നും അവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകുമെന്നും ബൈബിളിൽ നിന്ന് നാം വായിച്ചു. എന്നാൽ ലോകം ഇതിനെയെല്ലാം മഹത്വവൽക്കരിക്കുന്നതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവരെ കണ്ടെത്താൻ ഇന്ന് പ്രയാസമാണ്. സങ്കീർത്തകൻ ഇപ്രകാരം പ്രവചിച്ചിരിക്കുന്നു: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല. യാഹ്വേ സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. സങ്കീർത്തനം 14, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ലോകക്രമത്തെക്കുറിച്ചാണ് ഈ പ്രവചനം. പാപത്തിന് ഇത്രത്തോളം സാമൂഹിക ബഹുമതി ലഭിച്ചിട്ടുള്ള മറ്റൊരു കാലം ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം ജാരസന്തതികൾ ഈ ഭൂമുഖത്ത് നിറഞ്ഞ കാലവും ഉണ്ടായിട്ടില്ല. കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ പിതാവ് ആരെന്ന ചോദ്യം അരുതെന്നതാണ് സാത്താൻ്റെ പുതിയ നിയമം. അവിഹിതങ്ങൾക്ക് എല്ലാവിധ സൗകര്യവും അവൻ ഒരുക്കിയിരിക്കുന്നു. അത് മനുഷ്യനോടുള്ള അവൻ്റെ സ്നേഹം കൊണ്ടാണെന്ന് ആരും ചിന്തിച്ചു വശാകരുത്. മാനവകുലത്തെ മുച്ചൂട് മുടിക്കാനുള്ള അവസാന വജ്രായുധം അവൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാരസന്തതികളെ കൊണ്ട് ലോകം നിറയും. അങ്ങനെ ഏകാകിനിയുടെ മക്കളാണ് ഭർതൃമതിയുടെ മക്കളെക്കാൾ അധികം എന്ന പ്രവചനവും പൂർത്തിയാകും. യേശുവായുടെ പുനരാഗമനത്തിന് മുൻപ് പൂർത്തിയാകേണ്ടതും ഇപ്പോൾ പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതുമായ ആ പ്രവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. യാഹ്വേ അരുളി ചെയ്യുന്നു: ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക. പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർതൃമതിയുടെ മക്കളെക്കാൾ അധികം. യെശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 54 അധ്യായം 1 വാക്യം. യേശുവ ഇപ്രകാരം ആവർത്തിച്ചു: വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 23 അധ്യായം 29 വാക്യം. ഇനി ഓരോരുത്തരും ലോകത്തിലേക്ക് നോക്കിയാൽ ലോകം എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് മനസ്സിലാകും. യേശുവയുടെ ഈ വാക്കുകൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ സത്യവിശ്വാസികളായ എല്ലാ അമ്മമാർക്കും സാധിക്കും എന്ന കാര്യത്തിൽ മനോവയ്ക്ക് ഉറപ്പുണ്ട്. ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ ഉടൻ സംഭവിക്കാനിരിക്കുന്ന യേശുവായുടെ പുനരാഗമനവും
യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ അപ്പപ്പോൾ ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ മനോവയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഈ മഹത്തായ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുന്നതിനു വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി നിങ്ങളും മാറുകയാണ്. ആയതിനാൽ ഈ സന്ദേശം പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക. യേശുവയുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വമുണ്ടായിരിക്കട്ടെ.